പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ശക്തിയും നമ്മളിൽ നിറയപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ദിവസത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണ എല്ലാ മേഖലയിലേക്കും വ്യാപരിക്കണ ദിവസാന്നിധ്യം ദിവശക്തി നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവരാജ്യം അത് കടന്നു വരുന്നത് എപ്പോഴും അതിൻ്റെ സമയമോ കാലമോ ഒന്നും അറിയേണ്ടതില്ല. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കപ്പെടും. ജെറുസലേമിലെ യോദയ മുഴുവനിലെ സമറിയായിലെ ലോകത്തിൻ്റെ അതിർത്തി വരെ നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കും. നമുക്ക് ആഗ്രഹിക്കാം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി തീരുവാൻ. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തലന്മാരിൽ നിറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാനും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദിവസത്തിൽ ഒരു നിമിഷം എഴുന്നേറ്റുന്നുണ്ട്. കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആത്മാവ് തന്നിരിക്കുന്ന ഭാഷണപരമനുസരിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ എന്ന സ്വർഗീയ ഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ നിയോഗത്തിൻ്റെ മേലും, എല്ലാ ആഗ്രഹങ്ങളുടെ മേലും, ആവശ്യങ്ങളുടെ മേലും കർത്താവിൻ്റെ സാന്നിധ്യവും ശക്തിയും വ്യാപരിക്കപ്പെടുവാൻ, വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ദൈവസ്നേഹത്തോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ, വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും വലിയ അഭിഷേകങ്ങളിലേക്ക് അവിടുന്ന് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി സഹനത്തിലും വേദനയിലും കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും തെക്താനുഭവങ്ങളിലും എല്ലാം ദൈവത്തെ ആരാധിക്കുവാനുള്ള വലിയ ദൈവിക അഭിഷേകം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടാം, കരമടിച്ചു പാടാം. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊപ്പം ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊപ്പം ജീവിക്കുവാൻ, ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധ
പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ പാപത്തിൻ മാർഗം ത്യജിച്ചിടാൻ യേശു മാർഗത്തിൽ ജീവിച്ചിടാൻ പാപത്തിൻ മാർഗം ത്യജിച്ചിടാൻ യേശു മാർഗത്തിൽ ജീവിച്ചിടാൻ സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ കൃപയും ശക്തിയും പകരണമേ സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ കൃപയും ശക്തിയും പകരണമേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ ഞങ്ങളിൽ വന്നു നിറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ സ്വരമുയർത്തി കരങ്ങളടിച്ചു വിശ്വാസത്തോടെ ഒരു ദിവസം പ്രാർത്ഥിക്കും കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു അഭിഷേകം നിറയട്ടെ അഭിഷേകം നിറയട്ടെ അഭിഷേകം നിറയട്ടെ അഭിഷേകം നിറയട്ടെ പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിലെ അധിപന്മാർക്ക് സ്വർഗ്ഗീയങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നിങ്ങൾ പടപെട്ടുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തമായിട്ട് സ്തുതിക്കാമോ സ്വരമുയർത്തി സ്തുതിച്ച് എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും അന്ധകാര ശക്തികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുവാൻ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് കർത്താവിൻ്റെ മഹത്വം കൊണ്ട് ദൈവിക ശക്തിയാൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും തടസ്സങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ പരാജയങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നകന്നു പോകുവാൻ ജീവിത വിജയം നമ്മളിലേക്ക് കടന്നു വരുവാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ മഹത്വം സാന്നിധ്യവും ശക്തിയും നമ്മളിൽ വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്വരമുയർത്തി സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ 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 യേശു നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോട്ടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി പോകട്ടെ എല്ലാ പ്രതിസന്ധികളും നീങ്ങി പോകട്ടെ ഹല്ലേലൂയ 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 ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവിടുത്തെ പരിശുദ്ധനൊരു ജ്വാലയായി മാറും അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും ദഹിപ്പിച്ചു കളയുമെന്ന് യെശയ്യാ പ്രവാചകൻ അരുളിച്ചത് കർത്താവിന്റെ വചനത്തിന്റെ ശക്തി ഇപ്പോൾ സമൂഹത്തിന്റെ മേൽ ഞങ്ങളെ ഓരോരുത്തരുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 സ്വരമുയർത്തി സ്തുതിക്കാമോ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കും ഒന്നും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ നിങ്ങൾ സംസാരിക്കും കരമുയർത്തി ദൈവവചനത്തിന്റെ അഭിഷേകം മർക്കോസ് 16:17 ലൂക്കാ 10:19 തിരുവചനത്തിന്റെ സാന്നിധ്യവും ശക്തിയും ഇപ്പോൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 സ്വരമുയർത്തി സ്തുതിക്കുന്നു 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 രോഗങ്ങളുടെ മേൽ എല്ലാ ദൈവിക ശക്തി വ്യാപരിക്കപ്പെടുവാൻ എല്ലാ കടബാധിതകളുടെ മേലും ദൈവിക ശക്തി വ്യാപരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കണ്ണുകൾ അടച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവമഹത്വം ദൈവത്തിന്റെ സാന്നിധ്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അപ്പസ്തോലന്മാരുടെ മേൽ നിൽക്കുന്നതായി അവർ പരസ്പരം കണ്ടു അഗ്നിനാവുടെ രൂപത്തില് ദൈവത്തിന്റെ സാന്നിധ്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അപ്പസ്തോലന്മാരുടെ മേൽ നിൽക്കുന്നതായി അവർ പരസ്പരം കണ്ടുകൊണ്ട് ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളില് ദൈവത്തെ സ്തുതിച്ചു ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തമായിട്ട് സ്തുതിക്കാമോ സ്വരമുയർത്തി സ്തുതിച്ച് കെട്ടുകൾ അഴിയട്ടെ ശരീരത്തിന്റെ മേൽ മനസ്സിന്റെ മേൽ ആത്മാവിന്റെ മേൽ സന്ധിബന്ധങ്ങളുടെ മേൽ മജ്ജയുടെ മേൽ മാംസത്തിന്റെ മേൽ രക്തത്തിന്റെ മേൽ കെട്ടപ്പെട്ടിരിക്കുന്ന സകല രോഗത്തിന്റെ കെട്ടുകളും സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകട്ടെ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമായ കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂ
വിശ്വാസത്തോടെ വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? കരമടിച്ച് വീണ്ടും എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരമടിച്ച് എല്ലാവരും സ്വരമുയർത്തി പാടാം. കുർബാനയുടെ അഭിഷേകം, കർത്താവിൻ ബലിയുടെ അഭിഷേകം. കുർബാനയുടെ അഭിഷേകം, കർത്താവിൻ ബലിയുടെ അഭിഷേകം, പരിഹാര ബലിയുടെ അഭിഷേകം ഞങ്ങളിൽ ഇപ്പോൾ ചൊരിയണമേ. പരിഹാര ബലിയുടെ അഭിഷേകം ഞങ്ങളിൽ ഇപ്പോൾ ചൊരിയണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കുക, 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 സ്തുതിക്കുക. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും കഴിഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തില് ശരീരത്തിന്റെ മേൽ, മനസ്സിന്റെ മേൽ, ആത്മാവിന്റെ മേൽ കെട്ടപ്പെട്ടിരിക്കുന്ന സകല പൈശാചിക ബന്ധനങ്ങളും, അന്ധവിശ്വാസത്തിന്റെ, അവിശ്വാസത്തിന്റെ, വിശ്വാസരാഹിത്യത്തിന്റെ എല്ലാ ദുഷ്ടാത്മാക്കളും യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ആത്മാവിൽ നിന്ന് യേശുവിന്റെ നാമത്തില് നീങ്ങിപ്പോകട്ടെ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? സ്വരം ഉയർത്തി വിളിക്കാമോ? നമുക്ക് ശാന്തമായിട്ടിരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള തിരുവചനം, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരായിരിക്കും. ദൈവത്തിന്റെ ശക്തിയില്, കരുത്തില് നമ്മൾ കരുത്തുറ്റവരായി തീരുവാൻ പൗലോസ് ശ്ലീഹ നമ്മളെ, കരുത്തുള്ളവരായി തീരുവാൻ പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുക. ആത്മീയ ശക്തിയില് അഭിഷേകം പ്രാപിക്കുവാൻ എഫേസോസ് ലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവശക്തി നിറയപ്പെടുവാൻ.
പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാനുള്ള ദൈവശക്തി ആർജിക്കുവാൻ എഫേസസ് ലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ മേലൊരു അരൂപി വന്നിരിക്കുകയും ആ അരൂപി നമ്മളിൽ നിന്ന് അകന്നു പോകണം. കടബാധ്യതയാണെങ്കിൽ കടബാധ്യതയുടെ അരൂപി. ഒരു സാക്ഷിയുണ്ട്, എൻ്റെ കയ്യിൽ ഒരു സഹോദരൻ എഴുതി തന്നിട്ടുണ്ട്. ഞാൻ ആരാധന സമയത്ത് അത് വായിച്ച് നന്ദി പറയും. അദ്ദേഹത്തിന് ബാധ്യത അല്ലെങ്കിൽ ഒരു വീട് വിറ്റ് മാറണം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആത്മീയ ശക്തി അദ്ദേഹത്തിൻ്റെ മേൽ ആർജിച്ചപ്പോൾ, അല്ലെ ആത്മീയ ശക്തി അദ്ദേഹത്തിൻ്റെ മേൽ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയും, അപ്പം ഞാൻ നേരിടുന്ന ആ പ്രതിസന്ധിയെ, ആ പ്രശ്നത്തെ അതിജീവിക്കുവാനുള്ള ദൈവിക ശക്തിയാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഈശോ മരുഭൂമിയിലേക്ക് ആത്മാവ് കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാ? അവിടെ പരീക്ഷണത്തിൽ അകപ്പെടും, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ 40 ദിനരാത്രങ്ങൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി യേശുവിനെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ 40 ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരുന്നു. ദൈവിക ശക്തി ആർജിക്കുവാൻ തനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ ദൈവിക മഹത്വം നമ്മളിലേക്ക് കടന്നു വരികയും അത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ വ്യക്തമാക്കും. പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ വന്നു, അതിനുശേഷം ദൈവത്തിൻ്റെ മഹത്വം അഗ്നിനാട് രൂപത്തിൽ ഇറങ്ങി വന്ന് അവരുടെ മേൽ നിൽക്കുന്നതായി പരസ്പരം അവർ കണ്ടു. അപ്പൊ ദൈവമഹത്വം, ദൈവിക ശക്തി അവരുടെ മേൽ ഇറങ്ങി വരികയാണ്. മോശയെ വിളിച്ച് മലമുകളിലേക്ക് ദൈവം കൊണ്ടുപോകുന്നുണ്ട്. മോശയെ ശക്തിപ്പെടുത്തുന്നുണ്ട്, ബലപ്പെടുത്തുക. ദൈവിക ശക്തി കൊണ്ട് മോശയെ ബലപ്പെടുത്തുക. എന്തിനു വേണ്ടിയാ? ഇസ്രായേലിനെ അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് സ്വതന്ത്രമാക്കുവാൻ വേണ്ടി മോശയെ ദൈവമായ കർത്താവ് എങ്ങോട്ട് കൊണ്ടുപോയി? മലമ്പ്രദേശത്തേക്ക്, മുകളിലേക്ക് കൊണ്ടുപോയി. കർത്താവ് വിളിച്ചു വരുത്തിയ സിനായ് മലയുടെ മുകളിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. താബോർ മലയുടെ മുകളിലേക്ക് യേശുവിനെ കൊണ്ടുപോകുന്നുണ്ട് രൂപാന്തരപ്പെടുത്തുവാൻ. ദൈവിക ശക്തി യേശുവിലേക്ക് കടന്നു വന്നപ്പോൾ യേശുവിൻ്റെ മുഖം സൂര്യനേക്കാൾ ശോഭയേറിയ മുഖകാന്തിയോടുകൂടിയ മുഖമായിരുന്നു എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗം ഇറങ്ങി വന്ന്, ദൈവമഹത്വം ഇറങ്ങി വരുമ്പോൾ സ്വർഗം താണിറങ്ങി വന്ന് യേശുവുമായി സംസാരിക്കുന്നത് കണ്ടു. ആരാ? ഏലിയായും മോശയും ആരോട് സംസാരിച്ചു? യേശുവിനോട് സംസാരിക്കുന്നത് ശിഷ്യന്മാർ കണ്ടു. സ്വർഗം സംസാരിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈശോ പറഞ്ഞത്. നിങ്ങൾ ഇത് എപ്പോഴാണ് അതിൻ്റെ കാലോ സമയമോ ഒന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചോദിക്കുക, എപ്പോഴാ ഈ വീടൊന്ന് വിൽക്കാനായിട്ട് എത്ര ആഴ്ച വരണം? കർത്താവിൻ്റെ വചനം അപ്പസ്തോല പ്രവർത്തനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? 1-ാം അധ്യായത്തിന്റെ 6 മുതൽ തിരുവന് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുത്തെ ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിച്ചിരുന്നത് എപ്പോഴാണ് എനിക്ക് ഈ ദൈവാനുഗ്രഹം എനിക്ക് എപ്പോഴാണ് കിട്ടുന്നത്? നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ ദൈവം എന്താ പറയുന്നത്? യേശു എന്താണ് പറയുന്നത്? അവൻ പറഞ്ഞു, പിതാവിന്റെ സ്വന്തം അധികാരത്തിന് നിശ്ചയിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. സമയമായിട്ടില്ല. പരിശുദ്ധ അമ്മയോട്, സ്ത്രീയെ, എനിക്ക് നിനക്ക് എന്താ സമയമായിട്ടില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. ഈ സമയോ കാലവും നമ്മൾ നിശ്ചയിക്കേണ്ടതല്ല. അത് സ്വർഗത്തിൽ നിന്ന് പിതാവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് തീർച്ചയായും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഈശോ പറയുന്നൊരു കാര്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഒറ്റ കാര്യം പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിലും ദൈവ സാന്നിധ്യത്തിലുമുള്ള ശക്തിയാൽ നിങ്ങൾ നിറയപ്പെടുമെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാനും അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളിൽ ഓരോരുത്തരിലും വന്ന് നിൽക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ്. ഈശോ പരീക്ഷിക്കപ്പെടുകയാണ്. ഈശോ ആദ്യം എന്തിനാ 40 ദിനരാത്രങ്ങൾ ആത്മാവ് കൊണ്ടുവന്നതിന് വേണ്ടിയാ? ഉപവസിക്കാൻ വേണ്ടിയാ. ആ ഉപവാസത്തെ നശിപ്പിക്കണമെങ്കിൽ വിശപ്പ് ഉണ്ടാകണം. വിശപ്പിനപ്പോ ഈശോയ്ക്ക് വിശന്നു. ഉപവാസം എടുക്കാൻ നമുക്കെല്ലാം വിശക്കും.
വിശക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ആത്മാവ്, അവിടെ അശുദ്ധാത്മാവ് കടന്നു വരികയാ, എന്നിട്ട് പ്രലോഭനം കൊടുക്കുക. ഈ കല്ലുകളോട് അപ്പമാകുവാൻ കൽപ്പിക്കുവാൻ ഈശോട് പറയുക. ഈശോ അപ്പോൾ പ്രയോഗിച്ചത് എന്താ? വചനം, നിയമാർത്ഥന പുസ്തകത്തിലെ വചനം എടുത്ത് ഈശോ സാത്താനെ പരാജയപ്പെടുത്തുക. അപ്പൊ വചനം എന്തിനു വേണ്ടിയുള്ളതാ? സാത്താനെ പരാജയപ്പെടുത്തുവാനുള്ള ഒരായുധമാണ് വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? വചനമാകുന്ന ദൈവത്തെ ഈശോയെ എന്ന് വിളിക്കാമോ? ആ പരീക്ഷണത്തെ ഈശോ അതിജീവിക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ വചനത്തിൽ ജീവിക്കുവാൻ ശക്തി തരുന്ന ആരാ? പരിശുദ്ധാത്മാവാണ്. കൽപ്പനകൾ അനുസരിച്ച്, വചനമനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇപ്പൊ ശക്തി ഇല്ലെങ്കിൽ പ്രലോഭനത്തിൽ അകപ്പെട്ടു പോകും. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ദൈവിക ശക്തി നമുക്ക് ലഭിക്കപ്പെടണം. ആ ദൈവിക ശക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ കാലോ സമയമോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നീയും സ്ത്രീയും തമ്മിൽ, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, അവന്റെ കുതികാലിൽ നീ പരിക്കേൽപ്പിക്കും. ദൈവിക ശക്തി നമ്മളിലേക്ക് വരണം. ഈശോയുടെ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഈ പ്രലോഭനത്തെ അതിജീവിക്കുക. അപ്പൊ മദ്യം, അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ പറയുന്ന കാര്യം, ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ എങ്ങനെയും ഇത് എന്ന് വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. ഇത് പ്രലോഭനം കൊടുക്കുന്നത് അശുദ്ധാത്മാവാണ്. ഈ അശുദ്ധാത്മാവാണ് അശുദ്ധിയിലേക്ക്, പാപത്തിലേക്ക്, ലോകത്തിന്റെ ആസക്തികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നശിപ്പിക്കപ്പെട്ട ചില ദുഷ്ടാത്മാക്കളാണ് പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യുന്നത്? പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അശുദ്ധിയുടെ അരൂപി പാപത്തിലേക്ക് നയിക്കുന്നത് അശുദ്ധിയുടെ അരൂപിയാണ്. ലോകത്തിലേക്ക് നയിക്കുന്നത് ലോകത്തിന്റെ അരൂപിയാണ്. ദൈവത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ രണ്ട് കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ ഈ പരാജയത്തിൽ നമുക്ക് മോചനം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. വീണ്ടും വേണ്ടത് അത്യുന്നതനായ ദൈവത്തിന്. ഈ സമയമൊന്നും കാലമൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. കർത്താവിന്റെ സന്നിധിയിൽ വന്ന്, അഭിഷേകമുള്ള സ്ഥലങ്ങളിൽ വന്ന്, ദൈവാനുഗ്രഹം പ്രാപിക്കപ്പെടുന്ന ശുശ്രൂഷകളിൽ കടന്നു വന്ന്, ദൈവാനുഗ്രഹമുള്ള സ്ഥലങ്ങളിൽ വന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ സാന്നിധ്യത്തിന്റെ ശക്തി അയച്ചുകൊണ്ട് അവിടെ സാന്നിധ്യത്താൽ നമ്മളെ ദൈവം അഭിഷേകം ചെയ്യും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പൗലോസ് എന്താ പറയുക? സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പ്രലോഭനം നമ്മളെ നയിക്കുന്നത് അപകടത്തിലേക്കാണോ? തകർച്ചയിലേക്കാണോ? കടബാധ്യതകളിലേക്കാണോ? ജീവിത പരാജയത്തിലേക്കാണോ? തകർച്ചകളിലേക്കാണോ? ഇത് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നത് പരിശുദ്ധാത്മാവാണോ? നമ്മളെ നയിക്കുന്നത് ആരാണ്? അവിടെയാണ് ക്വസ്റ്റ്യൻ നിൽക്കുന്നത്. നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നത് ആരാണ്? ദൈവമാണെങ്കിൽ ഒരിക്കലും തകർച്ചയിലേക്ക്, അടിമത്തത്തിലേക്ക്, നാശത്തിലേക്ക് ഒരിക്കലും കൊണ്ടുപോകത്തില്ല. ദൈവമാണെങ്കിൽ എങ്ങോട്ട് കൊണ്ടുപോകുന്നേ? അവന്റെ രാജ്യത്ത് തേനും പാല് കൊഴുകുന്ന കാനാൻ ദേശത്തേക്ക്. ഇസ്രായേൽ ജനത്തെ ദൈവം നയിച്ചത് കാനാൻ ദേശത്തേക്ക്, അല്ലെങ്കിൽ അവരെ അപകടത്തിലേക്കല്ല നയിച്ചത്. അപകടത്തിൽപ്പെട്ടപ്പോഴാ അവർ ദൈവത്തോട് മറുതലിച്ചപ്പോഴാണ്, ദൈവപ്രമാണങ്ങളോടും കൽപ്പനകളോടും മറുതലിച്ചപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അപകടങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നത്. ദൈവകൽപ്പനകളോടും പ്രമാണങ്ങളോടും അകന്ന് ജീവിച്ച കാലഘട്ടങ്ങളിലാണ്. മോശയെ അനുസരിച്ചുകൊണ്ട് കടന്നുപോയ ഇസ്രായേൽ ജനം മുഴുവനും തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് പ്രവേശിച്ചു. 6 ലക്ഷത്തോളം ജനത്തെ ദൈവമായ കർത്താവ് നയിച്ചുകൊണ്ടുപോയിട്ട് നിസ്സാരം ആളുകൾ മാത്രമേ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് പ്രവേശിച്ചിട്ട് കുറെ പേര് ചിതറിപ്പോയി, കുറെ പേര് മരിച്ചുപോയി, ചിലര് പാമ്പുകടിയേറ്റ് മാറ്റി, മഹാമാരി നിമിത്തമൊക്കെ ചിലർ മരിച്ചുപോയി. കുറെ ജനം മാത്രം എവിടെ ചെന്നു? അനുസരിച്ച ഒരു ജനതയാണ് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് പ്രവേശിക്കപ്പെട്ടത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി നന്നായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്.
ഈശോ പടപെട്ടിയത് തിന്മയുടെ ശരീരത്തിന്റെ പ്രവണതയെ അവസാനിപ്പിക്കുക. ആദ്യം ചെയ്ത കാര്യം ശരീരത്തിന്റെ പ്രവണത അവസാനിപ്പിച്ചപ്പോൾ ആ വചനം ഉപയോഗിച്ച് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സാത്താൻ ശരീരത്തിന്റെ പ്രവണതയിൽ നിന്ന് ഒഴിഞ്ഞുപോയി. പിന്നെ അടുത്ത കണ്ണിന്റെ ദുരാശയാണ്. കൊണ്ടു നിർത്തി എല്ലാം കാണുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ലോകത്തോടുള്ള താല്പര്യം, ഈ കാണുന്നത് മുഴുവൻ ഞാൻ നിനക്ക് തരാം, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ മാത്രം മതി. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രലോഭനം അവസാനം. അതുകൊണ്ട് രക്തത്തിനും മാംസത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. എളുപ്പമല്ല കാര്യം. കർത്താവിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി ആർജിച്ച മാത്രമേ ദൈവപുത്രന് കൊടുത്തിരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാണ് പരിശുദ്ധ കൂദാശകളിലൂടെ നമ്മുടെ ശരീരങ്ങളിലേക്ക് ദൈവം നൽകിയിരിക്കുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് ഇത് നേടിയെടുക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? കൂദാശ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക്, വചനാധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക്, സഭയോട് ചേർന്നുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആര് വിട്ടു? സാത്താൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രലോഭനം അവസാനിപ്പിച്ചിട്ട് അവൻ വിട്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വന്ന് നിറയപ്പെടുകയും ശക്തി നിറയുകയും. പ്രലോഭനത്തിൽ പെട്ടുപോയാലോ, നമ്മൾ ഒരു കടബാധ്യത വന്നിട്ട് പ്രശ്നം വരുമ്പോൾ നമ്മുടെ ബുദ്ധിയിലൂടെ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക, അതൊന്നും വിജയിക്കത്തില്ല. അവസാനം നമ്മൾ എന്തു പറയും? കർത്താവേ, ഒന്നും നടക്കുന്നില്ല, നീ ഇറങ്ങി വന്ന് എൻ്റെ കാര്യത്തിൽ ഒന്നിടപെടാമെന്ന് ചോദിക്കുന്ന നിമിഷമാണ് സ്വർഗം വിട്ട് അവൻ ഇറങ്ങി വന്ന് നമ്മുടെ കാര്യങ്ങളിൽ അവൻ ശ്രദ്ധാലുവാവുകയും ആ കാര്യങ്ങളിൽ നമ്മളെ വിജയമണിയിക്കുകയും ചെയ്യുന്നത് അവന്റെ സാന്നിധ്യത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രലോഭനങ്ങളുണ്ട്, അതിനെ അതിജീവിക്കണം. അപ്പൊ ഈ കാണുന്നെല്ലാം നേടി, അത് ചെയ്താൽ ശരിയാകും, ഇത് ചെയ്താൽ ശരിയാകും, മറ്റത് ചെയ്താൽ ശരിയാകും, ഇതെല്ലാം ഒന്നും ശരിയാകത്തില്ല. എല്ലാം അവസാനിപ്പിച്ചു. അവസാന ദൈവസ്ഥാനത്തിൽ വന്നിരിക്കുക, കർത്താവേ, ഈ കാര്യത്തിൽ നീ ഒന്ന് ഇടപെടണേ, എൻ്റെ പ്രശ്നത്തിൽ നീ ഒന്ന് ഇടപെടണമേ. ഞാൻ പറഞ്ഞില്ല, 6 കോടി രൂപയുടെ കടബാധ്യതയുള്ള മനുഷ്യൻ 9 വർഷക്കാല ഈ ശുശ്രൂഷയോട് ചേർന്ന് നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ആദ്യം കൊടുത്ത വെളിപ്പെടുത്തൽ 24 കോടി രൂപയോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് കടബാധ്യത ഒഴിഞ്ഞുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് അവശേഷിച്ച 6 കോടി രൂപയാണ്. 9 വർഷക്കാലം ഈ ശുശ്രൂഷയോട് ചേർന്ന് നിന്ന് ഇടതടവില്ലാതെ അദ്ദേഹം ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് അറിയാം ദൈവത്തിന്റെ സാന്നിധ്യ ശക്തിയും വെളിപ്പെടാതെ ഒന്നും സംഭവിക്കത്തില്ല. അവസാനം ഒരു വക്കീൽ കയറി വാദിക്കണം, ആ വക്കീൽ ദൈവശക്തി വെളിപ്പെടാതെ ഒരു കാരണവശാലും അത് വിജയിക്കത്തില്ല എന്ന് ഇദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം ഈ വക്കീലിൻ്റെ അടുത്ത് പോയിരുന്ന് വക്കീലുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ വക്കീല് ദൈവഭക്തനായൊരു അക്രൈസ്തവ സഹോദരനാണ്. പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ പോകുന്ന ഒരു വ്യക്തി. ഇതെല്ലാം ചോദിച്ചറിയുക. അതിനുശേഷം അദ്ദേഹത്തോട് ചോദിക്കുക, ഒരു ബ്രദറിനെ കൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിപ്പിച്ചോട്ടെ എന്ന് ചോദിക്കുക. അതിനിപ്പോൾ എന്നാ, അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി അദ്ദേഹത്തിന് ഈ കേസിൽ വിജയം പ്രാപിക്കുവാൻ തക്കവിധമുള്ള സ്വർഗീയ സാന്നിധ്യം കൊണ്ട് ഈ വിജാതീയനായ മനുഷ്യനെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവിക ശക്തി അദ്ദേഹത്തിന്റെ മേൽ വെളിപ്പെട്ടപ്പോഴാണ് 6 കോടി രൂപയുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയാണ് വരുന്നത്. ഒരു ഇസ്രായേൽ ജനം പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ദൈവവൈതല് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് തന്റെ സാന്നിധ്യത്തിന്റെ ശക്തി നമുക്ക് നൽകുമ്പോൾ പ്രഭുത്വങ്ങളെയും ആധിപത്യങ്ങളെയും അന്ധകാര ലോകത്തിലെ അധിപന്മാരെയും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളെ ബഹിഷ്കരിക്കുവാനുള്ള ആത്മീയ ശക്തിയാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു എതിരെ ഒരു ശത്രു വരുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്ന? പ്രാർത്ഥിക്കും വേണ്ടേ? ഒരാളിലൂടെ വരത്തുള്ളൂ. തിന്മ വരുന്ന എപ്പോഴും ആളുകളിലൂടെയാണ്. നമുക്കെതിരെ യുദ്ധം ചെയ്യുക, നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ഈശോയെ ഒറ്റുകൊടുക്കണമെങ്കിൽ
ദൈവം തെരഞ്ഞെടുത്തത് യൂദാസിനെ, ദൈവമല്ല, സാത്താൻ തെരഞ്ഞെടുത്തത് യൂദാസിനെയാണ്. കാരണം അവന്റെ ബലഹീനതകളുടെ അവന്റെ ഉള്ളിൽ പ്രവേശിച്ച് അവന്റെ ബലഹീനത സമ്പത്തിനോടുള്ള ആസക്തിയാണ്. ഈ സമ്പത്തിലുള്ള ആസക്തിയിലൂടെ ഇവൻ പ്രവേശിച്ച് ഇവന്റെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 3 പ്രവണതകൾ അവസാനിക്കുക. ശരീരത്തിന്റെ പ്രവണതയും, കണ്ണിന്റെ ദുരാശയും, കണ്ണിന്റെ ആഗ്രഹങ്ങളും, ജീവിതത്തിന്റെ അഹന്ത. സമ്പത്തൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇച്ചിരി ആരോഗ്യമൊക്കെ കടന്നു വരുമ്പോൾ ദൈവം ഇല്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് മനസ്സ് കടന്നു പോവുകയാണ്. പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പള്ളിയും വേണ്ട, പട്ടക്കാരനും വേണ്ട, അച്ഛനും വേണ്ട, കപ്പ്യാരും വേണ്ട, ആ സഭ വേണ്ട, ഒന്നും വേണ്ട, എനിക്കിതെല്ലാം ചെയ്യാം, സാധിക്കുമെന്നുള്ള ഒരു ചിന്താഗതിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ട അഹങ്കാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവ സാന്നിധ്യം, ദൈവമഹത്വം നമുക്ക് നഷ്ടമാകും. ഒരു സംസാരത്തിലൂടെ അല്ല, 100 സംസാരം ദൈവത്തിനെതിരായിട്ടും സഭയ്ക്കെതിരായിട്ടും വിശ്വാസത്തിനെതിരായിട്ടും 100 പ്രാവശ്യം സംസാരിച്ചു കഴിയുമ്പോൾ ഇവനുള്ള അഭിഷേകം, ദൈവ സാന്നിധ്യം കുറഞ്ഞു 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 പോകുന്നതിലൂടെ ഇവന്റെ ജീവിതം അധപ്പതനത്തിലേക്ക് കടന്നു പോവുകയാണ്. ദൈവം ഒന്നും ചെയ്യുന്നൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിന് അടിസ്ഥാന കാരണം നമ്മുടെ ശരീരത്തിന്റെ പ്രവണത, ആഗ്രഹം. അതിന് ഉപവാസം എടുക്കാൻ പറയാം. 40 ദിനരാത്രങ്ങൾ ഈശോ ഉപവസിച്ചുവെങ്കിൽ അതിന്റെ അടിസ്ഥാന സംഭവം ശരീരത്തിന്റെ പ്രവണതയെ ആത്മാവിൽ നിഹനിക്കുവാനുള്ള ശക്തിയാണ് യേശു എവിടെ ആർജിച്ചത്? മരുഭൂമിയിൽ 40 ദിനരാത്രം കൊണ്ട് അവിടുന്ന് ആർജിച്ചെടുത്തത്. അപ്പൊ ഈ രോഗത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇത്രമാത്രം പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്, ഇത്രമാത്രം ഉപവാസം നമുക്ക് ആവശ്യമാണ്. ഇത്രമാത്രം ഉപവാസവും പ്രാർത്ഥനയിലൂടെയാണ് ഈ വിധ വ്യാധികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് യേശു നമ്മളെ പഠിപ്പിച്ചു. ഈ വിധ വ്യാധികൾ സാത്താൻ ഈശോയുടെ മുമ്പിൽ വരുമ്പോൾ ആ സാത്താൻ വിട്ടുപോവുകയെ, സാത്താൻ അതിന് ദൂരെ പോകുവാൻ പറയുമ്പോൾ മക്കളിൽ നിന്ന്, ദൈവ വൈതലിൽ നിന്ന്, ഒരു മകനിൽ നിന്ന് സാത്താൻ വിട്ടു. 2000ഓളം അരൂപികളാണ് ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തു പോയപ്പോൾ അത് 2000ഓളം പന്നികളിൽ പ്രവേശിച്ചപ്പോൾ അത് കിഴക്കാന്തുക്കായ സ്ഥലത്ത് പോയി, കടലിലേക്ക് പോയി, അത് ചത്തുപോയി എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ യേശു സാന്നിധ്യം ഒരു വ്യക്തിയിൽ വെളിപ്പെടുമ്പോൾ സാത്താനിക ശക്തികളെ പരാജയപ്പെടുത്തുവാൻ, ലോകത്തിന്റെ ആഗ്രഹങ്ങളെ, ശരീരത്തിന്റെ പ്രവണതകളെ അവസാനിപ്പിക്കുവാനുള്ള ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാണ് സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിന്റെ വൈതലിന് ദൈവം കൊടുക്കുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗീയിടങ്ങളിൽ പോലും കടന്നു ചെല്ലുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് നിങ്ങൾ പടവെട്ടുന്നത്. നശിപ്പിക്കുക, ഇത് മാത്രം സാത്താൻ്റെ ലക്ഷ്യമുള്ളൂ. പരാജയപ്പെടുത്തുക. അനുഗ്രഹമുള്ള ആ ഒരു വീട്ടിലെ ഏറ്റവും നല്ല പൈതലിനെയാണ്, നല്ല മകനെയാണ് അല്ലെ മകളെ സാത്താൻ തിരഞ്ഞെടുക്കുന്നത്. ദൈവം പ്രവർത്തിക്കുന്ന, ദൈവ സാന്നിധ്യമുള്ള, അനുഗ്രഹമുള്ള ഒരു വ്യക്തിയെ ആ പാപത്തിലേക്ക് നയിച്ച് അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് സാത്താൻ്റെ കുടിലതന്ത്രം. അത് ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തിലേക്ക് കൊണ്ടുപോകാം, മദ്യത്തിലേക്ക് കൊണ്ടുപോകാം, അതുപോലെ ഹാൻസ് അതുപോലുള്ള ഇതിലേക്ക് കൊണ്ടുപോകാം. ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ച ഡോക്ടർ പറഞ്ഞ ഏറ്റവും വലിയ മാരകമായ തിന്മയെന്ന് പറയുന്നത് ഹാൻസ് ആണ്. ഇത് ചുണ്ടിനിടയിൽ വെക്കുമ്പോൾ ഈ ലഹരി പദാർത്ഥം എപ്പോഴും നമ്മുടെ ബ്രെയിനിനോട് സംസാരിച്ചു കൊണ്ടിരിക്കാം, ഇത് നിരന്തരമായിട്ട് ഉപയോഗിക്കാൻ. ഇതിൻ്റെ പരിണിത ഫലമായിട്ട് മദ്യം കൂടുതൽ കഴിക്കാനുള്ള ആസക്തി, ഈ അരൂപി, ഈ തിന്മ അവന് ദുഷ്പ്രേരണ കൊടുക്കും. അതിലൂടെ ഇവന്റെ ബ്രെയിൻ ഡാമേജ് ആവുകയും ഇവന് കൊടുക്കുന്ന ഉപദേശങ്ങൾ ഇവൻ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യും. തിന്മ കയറി കഴിയുമ്പോൾ ഉപദേശം സ്വീകരിക്കത്തില്ല, ഒന്നും മൈൻഡിലേക്ക് വരത്തില്ല, ഒന്നും മൈൻഡിൽ പ്രവേശിക്കുന്നു. അമ്മയുടെ സങ്കടമോ, അപ്പൻ്റെ സങ്കടമോ, സഹോദരങ്ങളുടെ സങ്കടമോ ഒന്നും, ഭാര്യയുടെ സങ്കടം ഒന്നും ഇവന് മനസ്സിലാകത്തില്ല. കാരണം ഇവൻ ശരീരത്തെ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് സാത്താൻ കൊണ്ടുവന്നിട്ട് ഇവന്റെ ബ്രെയിനെ മന്ദീഭവിപ്പിച്ചിരിക്കുക. ഈ ബന്ധനം അഴിഞ്ഞു പോകണ്ടേ, ഇതിലേക്ക് പോകരുത്, ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കരുത്. ഡോക്ടറായിട്ട് സംസാരിച്ച ഡോക്ടർ, ഞാനൊരു വ്യക്തിയുടെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചില സാധനങ്ങൾ ഉപയോഗിച്ചോ എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടർ ചോദിച്ചു ഏത് സാധനം ഉപയോഗിച്ചോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറയാം ഇത് ഞാൻ അവിടുന്ന് പറയുന്നത് മറ്റുള്ളവർ കേൾക്കും. ഇപ്പോൾ ഡോക്ടർ പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ല, കാരണം അതെന്തെന്ന് തേടി പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പം ഏതെല്ലാം ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയാൽ ഒന്ന് കഴിയുമ്പോൾ മറ്റതന്വേഷിച്ച് അതിൻ്റെ അടുത്തന്വേഷിച്ച് മറ്റതന്വേഷിച്ച് ഇങ്ങനെ പോവുക. ആ ഒരു പ്രവണതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് തിന്മയുടെ സ്വാധീനങ്ങളാണ്, അന്ധകാര ശക്തികൾ. ചുമ്മാ ഒരു യുദ്ധം അല്ല നടക്കുന്നത്. പ്രതിബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിലെ അധിപന്മാർക്ക് സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നിങ്ങൾ പടവെട്ടുന്നത്. കർത്താവിൻ്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും എല്ലാ ആയുധങ്ങളും
ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി, ബന്ധനം അഴിഞ്ഞു പോകാൻ വേണ്ടിയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ ഉള്ളിലുള്ള ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ, ഉള്ളിലുള്ളവൻ ശക്തി പ്രാപിക്കുമ്പോൾ ചില ജഡിക സുഖങ്ങളിൽ നിന്ന് ശരീരത്തെ കർത്താവ് സ്വതന്ത്രമാക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ, തിന്മയുടെ ദിനത്തിൽ ചെറുതു നിൽക്കുവാനും, എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. ഉപവാസവും പ്രാർത്ഥനയും. നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ വചനം കേൾക്കുക. ഈ വചനം നിങ്ങളെ ശുദ്ധീകരിക്കുക. ഒരു അപകടത്തിലേക്ക് ഒരിക്കലും വചനം കൊണ്ട് എത്തിക്കത്തില്ല. ഒരു ദുരിതത്തിലേക്ക്, ഒരു കഷ്ടതയിലേക്ക്, ഒരു രോഗത്തിലേക്ക്, ഒരു തകർച്ചയിലേക്ക് ഒരിക്കലും വചനം എത്തിക്കത്തില്ല. വചനം നമ്മളെ കൊണ്ടുപോകുന്ന എങ്ങോട്ടാ? സൗഖ്യത്തിലേക്ക്, സമാധാനത്തിലേക്ക്, രക്ഷയിലേക്കാണ് വചനം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വചനം കേൾക്കാതെ വന്ന് ആരാധന കൂടുന്നവരുണ്ട്. വചനമാണ് നമ്മളെ സുഖപ്പെടുത്തുന്നത്. മരുന്നോ ലേപനോഷധമല്ല, ദൈവത്തിൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തുന്ന. ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വചനം ശ്രദ്ധാപൂർവം കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത്. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യുമോ? അപ്പൊ ദൈവസ്നേഹം കുറയുമ്പോഴാണ് പാപത്തിലേക്ക് പോകുന്നത്. പാപം നമ്മളെ പരാജയപ്പെടുത്തണമെങ്കിൽ ദൈവസ്നേഹം വർദ്ധിക്കണം. ഈശോയുടെ സ്നേഹം അത് വർദ്ധിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ദൈവ സാന്നിധ്യം, ദൈവിക കൃപ നമ്മളെ നിറയപ്പെടുന്നത്. അൽഫോൻസാമ പറയുന്നുണ്ട്, മണവാളിനുള്ള സ്നേഹം പ്രകടമാക്കുക. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ കിട്ടുന്ന സഹനങ്ങൾ പോരാ എന്ന് ചിന്തിക്കുന്ന ഒരു മണവാട്ടിയാണ് അൽഫോൻസാമയിൽ കാണാൻ സാധിക്കുന്നത്. മണവാട്ടി ആഗ്രഹിക്കുന്ന മണവാളൻ തനിക്ക് വേണ്ടി എത്രമാത്രം സഹിച്ചോ, തൻ്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ, തൻ്റെ ശരീരത്തെ ആ പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് അതിജീവിക്കുവാൻ, ശക്തി പ്രദാനം ചെയ്യുവാൻ അവൻ കാൽവരിയുടെ നെറുകയിൽ എത്രമാത്രം സഹിക്കേണ്ടി വന്നോ അത്രമാത്രം സഹനം ശരീരത്തിൽ ആഗ്രഹിച്ച ഒരു വിശുദ്ധിയാണ് വിശുദ്ധ അൽഫോൻസാമ. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആഗ്രഹിക്കുക എന്താണ്? ആ മണവാളന്റെ സ്നേഹത്തോട് തുലനം ചെയ്യുമ്പോൾ തൻ്റെ സങ്കടങ്ങള്, തൻ്റെ വേദനകള് നിസ്സാരമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വിശുദ്ധിയാണ് വിശുദ്ധ അൽഫോൻസാമ. എന്നിട്ട് വിശുദ്ധ അൽഫോൻസാമയുടെ സഹനവും നമ്മുടെ സഹനമായിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കും. ഇത്രയും പോരെന്ന അൽഫോൻസാമ ചിന്തിച്ചത്. ഈ യേശു സഹിച്ച സഹനം, ആ സഹനത്തോട് ചേർന്നുള്ള സഹനം കിട്ടാതെ താൻ യേശുവിൻ്റെ മണവാട്ടിയായി തീരുന്നില്ല എന്ന് ആ വിശുദ്ധ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. നമ്മൾ ചിന്തിക്കുന്നതല്ല. നമുക്ക് എന്തെങ്കിലും പീഡ വരുമ്പോൾ, നമ്മൾ പാപം ചെയ്തതിലൂടെ നമ്മുടെ ശരീരത്തിൽ വരുന്ന, കുടുംബത്തിൽ വരുന്ന പീഡകളെല്ലാം അൽഫോൻസാമയുടെ സഹനത്തോട് ചേർത്ത് വെക്കുക. അതല്ല സഹനം. നമ്മുടെ സഹനം വേറെയാ, അൽഫോൻസാമയുടെ സഹനം വേറെയാ. അൽഫോൻസാമ ചില രോഗങ്ങൾ ചോദിച്ച്, മറ്റുള്ളവരുടെ രോഗങ്ങൾ ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാന സംഭവം എന്താ? യേശു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അനേകർക്ക് രക്ഷ പ്രദാനം ചെയ്യുന്നുവെങ്കിൽ മണവാട്ടി അനേകരുടെ വേദനകളെ സ്വശരീരത്തിൽ വഹിക്കുവാൻ തയ്യാറായത് പുത്രസ്നേഹം, യേശു സ്നേഹം അവളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ആഗ്രഹത്തോടെ വിളിക്കാമോ? അപ്പൊ ഇതിനെ പരാജയപ്പെടുത്തുക, നമ്മുടെ ശരീരത്തിന്റെ പ്രവണതയെ പരാജയപ്പെടുത്തുക. നമ്മുടെ സുഖത്തിനനുസരിച്ചല്ല, നമ്മുടെ സുഖത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ശരീരത്തിൽ ത്യാഗം ചെയ്ത്, ശരീരത്തിൽ സഹനം എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ മുട്ട് മടങ്ങുന്നില്ല, മടക്കാൻ ശ്രമിക്കുക. കുറച്ച് വേദനയൊക്കെ എടുത്ത് നമ്മൾ മടക്കുമ്പോൾ ഈശോട് പറയണ, ഈശോ മുട്ടുകുത്തി കുരിശോടുകൂടി അവൻ നിലത്ത് വീണപ്പോൾ ഒരു ഭാരമുള്ള കുരിശല്ല, നിസ്സാര കുരിശല്ല, ഭാരമുള്ള കുരിശുമരം അവൻ്റെ ചുമലിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ ആ ഭാരത്താൽ അവൻ മുട്ടുകുത്തി കുരിശോടുകൂടി നിലത്തു വീണു. എങ്കിൽ ആ വേദന, എൻ്റെ പാപഭാരത്തെയാണ് യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചത്. ആ പാപഭാരം അവൻ്റെ ശരീരത്തിൽ വെച്ചു കൊടുത്തപ്പോൾ അവൻ മുട്ടിടിച്ചാണ് നിലത്തേക്ക് വീഴുന്നത്. ആ വേദനയോട് ചേർത്ത് വെച്ച് എൻ്റെ വേദനയെ എൻ്റെ പാപത്താൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ വേദനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ സൗഖ്യം ആ സഹോദരില് വെളിപ്പെട്ടിരിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ?
എന്നിട്ട് ഈശോ വ്യക്തമായിട്ട് പൗലോസ്ലീഹായിലൂടെ പറയുകയാണ്, ആത്മാവ് പറയുകയാണ്, അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സത്യമില്ല, നീതിയുടെ പ്രവൃത്തിയില്ല. എന്നിട്ട് നമ്മൾ ചോദിക്കും, നമ്മൾ ശക്തരാണ്, നമ്മൾ പറയും നീതിയായിട്ടുള്ള പ്രവൃത്തിയാണോ ചെയ്യുന്നത്? സത്യസന്ധമായ പ്രവൃത്തിയിലാണോ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്? നമ്മളെല്ലാം വിശുദ്ധരാണ്, അശുദ്ധരായിട്ട് ആരുമില്ല. കുർബാന സ്വീകരിക്കുന്ന എല്ലാവരും വിശുദ്ധരാണ്. പക്ഷേ വചനം നമ്മോട് ചോദിക്കുന്നു, നീതിയുടെ പ്രവൃത്തിയാണോ അതോ അനീതിയുടെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ സാത്താനിക ശക്തികൾ നമ്മുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ശ്രദ്ധിച്ച്, വചനം ശ്രദ്ധിച്ച്. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കുക. സത്യസന്ധമായ പ്രവൃത്തിയാണോ നിങ്ങൾ ചെയ്യുന്നത്? സത്യം കൊണ്ട് അരമുറുക്കി നീതിയായ പ്രവൃത്തി നിങ്ങൾ ചെയ്യുവാൻ പൗലോസ്ലീഹ പുതിയ ഇസ്രായേലായ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സത്യമാണ്, സത്യസന്ധമായ പ്രവൃത്തിയാണ്, സത്യമാണ് ഈ പറയുന്നത്. ഈ നുണയെല്ലാം പറഞ്ഞു കൂട്ടിയിട്ട്, ഈ അസത്യമെല്ലാം ചെയ്തു കൂട്ടിയിട്ട് നമ്മൾ ദൈവസന്നദ്ധയിൽ വ്യാപരിച്ചാൽ എന്ത് സംഭവിക്കും? സാത്താനിക ശക്തികൾ നമ്മളെയും നമുക്കുള്ളവയും അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ, തകർച്ചയിലേക്ക് കൊണ്ടുപോരുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ സാധ്യത ഏറെയാണ്. ഒരു ചെറിയ പാപം ആദ്യം ചെയ്യുന്നത്, അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് 100 രൂപ മോഷ്ടിച്ചെടുത്ത ആദ്യത്തെ പാവോ, ആദ്യം ചെയ്യുന്ന പാവം അതാ. അവിടെ ഒരു പാപം ചെയ്തു, അതൊന്നും അറിയത്തില്ല, മറന്നും പോയി. അപ്പൻ ചോദിക്കുന്നുണ്ട്, എന്ത് എൻ്റെ 100 രൂപ എൻ്റെ പോക്കറ്റിൽ നിന്ന് കാണാതെ പോയിട്ടുണ്ട്. പിന്നെ അപ്പം സംശയമോ, നീ പോക്കറ്റിൽ നിന്ന് പുറത്തു പോയതാണോ, എല്ലാവരും എടുത്തുകൊണ്ട് പോയതാണോ? അപ്പം ആകെപ്പാടെ കൺഫ്യൂഷനായി. അങ്ങനെ ഇല്ലായിരുന്നായിരിക്കും എന്ന് അവസാനം അങ്ങ് വിശ്വസിക്കും. ഇവിടെ മോഷ്ടിച്ചത് ആരാ? ഒരു മകനോ ഒരു മകളോ? ഒരു അമ്മ കഷ്ടപ്പെട്ട് മകളെ വളർത്തുക. കാരണം ഇവിടെ എങ്ങനെയും പഠിപ്പിച്ച്, ഇവിടെ എങ്ങനെയും നേഴ്സിംഗ് ആക്കണമെന്നുള്ള നേഴ്സിംഗ് പഠിപ്പിച്ച് ഇവിടെ നേഴ്സാക്കി വിദേശത്ത് വീട്ടിൽ വേണം ഒരു വീട് വെക്കാനായിട്ട്. വാടക വീട്ടിൽ കിടക്കുന്നു. കഷ്ടപ്പെട്ട് ഒരു അഡ്മിഷനൊക്കെ മേടിച്ച്, +1 അഡ്മിഷനൊക്കെ മേടിച്ച്, അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറുക്കനുമായിട്ട് പ്രേമത്തിലായി, സ്നേഹത്തിലായി. അത് വന്നിരിക്കുന്ന യഥാർത്ഥ സ്നേഹത്തിലേക്കല്ല, മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മകനുമായിട്ട് സ്നേഹത്തിലായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവന് കാശ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവളോട് പറഞ്ഞു, നീ ഇച്ചിരി ഒന്ന് വലിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ഇവളെ ഒന്ന് വലിപ്പിച്ചു നോക്കി. അവൾ ഒരു പ്രാവശ്യം വലിച്ചപ്പോൾ അവളുടെ തലയ്ക്ക് ഇത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു രസകരമായിട്ട് തോന്നി. അതിനുശേഷം ഇവനോട് ആവശ്യപ്പെടാൻ തുടങ്ങി. അമ്മയുടെ ബാഗിൽ നിന്ന് 500 രൂപ മോഷ്ടിച്ചെടുത്ത് കൊണ്ടുവന്ന് ചില സ്ഥലങ്ങളിൽ കൊണ്ട് പാത്തു വെക്കുമ്പോൾ ആ പാത്തു വെക്കുന്ന സ്ഥലത്ത് ഇവള് ചെന്ന് അവിടെ ഇവന് കൊണ്ട് ഈ സാധനം വെക്കും. അവിടെ നിന്ന് ഇവള് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് അവൻ ഈ 500 രൂപ ആയിട്ട് പോകും. ഇവിടെ പാപം വരുന്നത് ഇതിലൂടെ സത്യസന്ധമല്ലാത്ത പ്രവൃത്തിയിലൂടെയാണ്. പാപം ഒരു കുടുംബത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് മക്കളിലൂടെ ആകാം. മക്കളെ പറയുമ്പോൾ അന്നേരം വേദനയാ. എൻ്റെ കൊച്ചു അങ്ങനെയൊന്നുമല്ല. ഒരപ്പം പറഞ്ഞു 2 മക്കളുണ്ട്, ഒരുവൻ മാത്രമേ കുഴപ്പമുള്ളൂ. ബ്രദർ മറ്റവന് വേണ്ടി ഒരു കാരണവശാലും, അനിയന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം. സ്വർഗം പറഞ്ഞു 2 പേർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം 2 പേരും ഒരേ പാപത്തിന്റെ അടിമത്തത്തിലാണ്. ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ ഒരേ വ്യക്തിയിൽ നിന്നാണ് 2 പേരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. വലിയ വിപത്തിലേക്ക്, വലിയ നാശത്തിലേക്ക് കടന്നു പോവുക. മോഷണം പെരുകുക. കാരണം ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് ഇതില്ലാത്തവർ ഇത് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ വലിച്ചു കഴിയും. പിന്നെ അടുത്ത് പോകുന്ന ഇങ്ങോട്ടോ മോഷണത്തിലേക്ക് പോവുക. സത്യസന്ധതയൊക്കെ വിടിഞ്ഞ് തിന്മ പ്രവർത്തിക്കുന്ന ഒരു ലോകത്തിലേക്ക് ഈ സമയത്ത് ആളുകൾ കടന്നു പോവുക. ശക്തമായിട്ട് പ്രാർത്ഥനയുടെ ആവശ്യം ഒരു കാലഘട്ടം ഇത്. നിങ്ങൾ ചിന്തിച്ചു, ആത്മീയ ശുശ്രൂഷയിലേക്ക് വരുന്ന ജനത്തിൻ്റെ അളവ് കൂടുവാണോ കുറയുവാണോ? ധ്യാനത്തിലേക്കൊന്നും വരാൻ ആളുകളില്ല. 10, 100, 200 ഒക്കെ പേര് ധ്യാനിക്കാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങളിൽ 50 പേര്, 25 പേര്, 30 പേര് ധ്യാനിക്കാനുള്ളൂ. കാരണം ആത്മീയത അവർക്കും ആവശ്യമില്ല. ആർക്ക് സമയം കളയാനായിട്ട്? ഒരു സമയത്ത് വലിയ അധപതനത്തിലേക്ക്, വലിയ തകർച്ചയിലേക്ക്, വലിയ കൊടും ദാരിദ്ര്യത്തിലേക്ക് ഒക്കെ കടന്നു വരാനായിട്ട് സാധ്യത കൂടി വരുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അനുതാപത്തോടും വിലാപത്തോടും നേടി ശരീരത്തിൻ്റെ പ്രവണത എന്നിടത്ത് ഉപയോഗിക്കും, സാത്താൻ ഉപയോഗിക്കും. ശരീരത്തിൻ്റെ എല്ലാ സുഖഭോഗങ്ങളിലേക്ക് ശരീരത്തെ വിട്ടുകൊടുക്കുവാൻ സാത്താൻ പ്രലോഭനം കൊടുത്തുകൊണ്ട് ആളുകളെ പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ ചുമ്മാ ഒരു യുദ്ധമല്ല,
ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കാൻ പറഞ്ഞ ഒരു ചുമ്മാ യുദ്ധം അല്ല ചെയ്യുന്നത്. അവനെ നശിപ്പിക്കുന്ന അന്ധകാര ശക്തികൾ വിട്ടുപോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാനെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാധാനത്തിന് സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന ഘോരമ്പകളെ കെടുത്തുന്ന നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിച എടുക്കുവിൻ. ഇവിടെ എന്തെടുക്കണ്ടേ? വിശ്വാസത്തിന്റെ പരിച. വിശ്വാസത്തോടുകൂടിയാണ് പ്രാർത്ഥിക്കുക. ഒരു തിന്മയെ പരാജയപ്പെടുത്തുമെങ്കിൽ തേങ്ങളോടെ അല്ല, ശരിയാകുവോ, അങ്ങനെയല്ല. അവിടെ പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസത്തോടെ. ഇതിനെ തകർക്കുവാൻ ദൈവം നമുക്ക് ശക്തി തരുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദൈവസനെ സ്വീകാര്യമാകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ശക്തി അയച്ച് ഈ തിന്മയെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയും. ഇതിനെ പ്രാർത്ഥിക്കണ്ടേ? ഒരു കാലഘട്ടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് കടന്നു വന്നിരിക്കുന്ന ചില സിനിമയുടെ സ്വാധീനങ്ങൾ ലോകത്തിലുണ്ട്. നമ്മൾ തന്നെ പാപം ചെയ്ത് ശക്തി കൊടുത്തിട്ടുണ്ട്. ഈ തിന്മയുടെ സ്വാധീനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പരാജയമായിട്ട് കടന്നു വരുന്നത്, നമ്മുടെ മക്കളിലേക്ക് പരാജയമായിട്ട് കടന്നു വരുന്നത്. ആരെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കുന്നു, എല്ലാവരും തിരഞ്ഞെടുക്കത്തില്ല. ചില കുടുംബത്തിലുള്ള ചില വ്യക്തികളെ വിശ്വാസം നഷ്ടപ്പെടുത്തും. ഞാൻ ഒരച്ഛൻ എനിക്ക് വേണ്ടി, എൻ്റെ ആത്മീയഗുരു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞെന്നറിയാമോ? വിശ്വാസം കുറവുള്ള ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് അച്ഛൻ മെസ്സേജ് തന്നെ. സ്വർഗം പറയുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന സമൂഹത്തിന് വേണ്ടി, ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നുവെന്ന് അച്ഛൻ പറയുകയാണ്. ഇതിങ്ങനെയുള്ള ലോകത്തിൻ്റെ ആസക്തികൾ കടന്നു വരുമ്പോൾ വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു പോകുന്നു. ഓരോ രൂപത്തിലുണ്ടാകുന്ന ചില അനർത്ഥങ്ങൾ കാണുമ്പോൾ, ചില പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകും. വിശ്വാസം കുറഞ്ഞു പോയാൽ ആര് നമ്മുടെ മേൽ ആധിപത്യം ഉറപ്പിക്കും? സാത്താനിക ശക്തികൾ നമ്മുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുമെന്ന് സുവിശേഷ പൗലോസ്ലീഹ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും. ഒരു യുദ്ധമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. മരണം വരെയുള്ള ഒരു യുദ്ധമാണ്. അത് ആർക്കെതിരായിട്ട്? പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നിങ്ങൾ പടവെട്ടുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. വചനത്താലല്ലാതെ ഇതിനെ പരാജയപ്പെടുത്തുവാൻ ഒരിക്കലും സാധ്യമല്ല. ഇനി ചെയ്യേണ്ട ഒരു കാര്യം, സുവിശേഷം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചുകൊണ്ട് മരണം വരെ വായിച്ചുകൊണ്ടിരിക്കുക. വേറൊരു മാർഗവും ഇല്ല. ഇനിയുള്ള ഏക മാർഗം അതാ. വചനത്തിലൂടെ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ജീവനും വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഈ ലോക ജീവിതം സൗഭാഗ്യമുള്ള, അനുഗ്രഹപ്രദമായ, സമാധാനമുള്ള, ദൈവം വസിക്കുന്ന ഒരു ജീവിതമായിട്ട് എൻ്റെ നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകണമെന്ന് എഫേസുസ് ലേഖനത്തിലൂടെ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനല്ലേ കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. അപ്പുറത്തെ വീട്ടിലെ പെണ്ണല്ലേ ഇങ്ങനെ പോകുന്നത്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കുഴപ്പമാണ്. നമ്മുടെ ദേശത്തൊരു പാപം വരുമ്പോൾ ആ ദേശത്തിലേക്ക് സാത്താൻ വന്ന് ആ ദേശത്തിൻ്റെ മേലെ ആധിപത്യം ഉറപ്പിച്ച് ആ ദേശത്തിന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എല്ലാം നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ദേശം വിശുദ്ധീകരിക്കപ്പെടണം. എൻ്റെ വീട് മാത്രം വിശുദ്ധീകരിക്കപ്പെട്ടാൽ പോരാ, ഞാൻ എൻ്റെ മക്കൾ വിശുദ്ധീകരിക്കപ്പെട്ടാൽ പോരാ. എൻ്റെ ഇടവക മുഴുവൻ, എൻ്റെ ദേശം മുഴുവനും, ഞാൻ വസിക്കുന്ന ഇടം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടണം. വചനത്താലല്ലാതെ വിശുദ്ധീകരണം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ നമ്മളുടെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട്, 100 ദിവസം കൊണ്ട് വചനം വായിക്കാൻ. അതൊക്കെ രാവിലെ ഒരു 3 മണിക്ക്, ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് 100 ദിവസം കൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു തീർക്കാൻ പറ്റും. വചനം ധ്യാനിക്കാൻ പറ്റും. ആദ്യം വായിച്ചങ്ങ് തീർക്കുക. രണ്ടാമത് കുറച്ചുകൂടിയൊക്കെ ധ്യാനിക്കാൻ പറ്റും. മൂന്നാമത് നന്നായിട്ട് ധ്യാനിക്കാൻ പറ്റും. 4, 5, 6, 7, 8, 9, 10 ആകുമ്പോൾ നന്നായിട്ട് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടും. ഈ വചനത്തിലൂടെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഞാനും എൻ്റെ കുടുംബമൊക്കെ അനുഗ്രഹിക്കപ്പെടും. കരം ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മൾ ഇസ്രായേലിനെ ദൈവം എങ്ങനെ കൊണ്ടുപോയെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമം വായിക്കണം. പുതിയ നിയമത്തിലൂടെ ഇസ്രായേലിന് എങ്ങനെയാണ് ദൈവം രക്ഷ പ്രദാനം ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമത്തിലൂടെ, ലേഖനങ്ങളിലൂടെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, വെളിപാട് പുസ്തകത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധ്യമാവുകയാണ്. ആണ് സുവിശേഷത്തിൽ അടിസ്ഥിതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. വചനം വായിക്കും പേടി വരും, ദൈവഭയം ഉണ്ടാകും, പാപം ചെയ്യാനായിട്ട് ഭയം തോന്നും. കാരണം ഇസ്രായേലിനെ ദൈവം എപ്രകാരം ശിക്ഷിച്ചു എന്നും ദൈവമായ കർത്താവിൻ്റെ വചനം കേട്ട് വചനം അനുസരിച്ചപ്പോൾ ഇസ്രായേലിന് ദൈവമായ കർത്താവ് എങ്ങനെ രക്ഷിച്ചുവെന്നും നമുക്ക് വ്യക്തമാകുന്നത് വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. ചുമ്മാ ഒരു നിലവിളിയല്ല. അവിടെ കിടന്ന് കഷ്ടപ്പെടുക. കൊയ്തു കൊണ്ടിരുന്ന കറ്റകളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഉപയോഗിച്ച് ഒക്കെ ഇഷ്ടികയൊക്കെ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ പിന്നീട് ഇതോ ഫറവോയുടെ ഹൃദയത്തെ ദൈവം കഠിനമാക്കിയപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ചെന്ന് കയലിൽ കൊണ്ടുവന്ന് ആ പറഞ്ഞിരിക്കുന്ന അത്ര 100 ഇഷ്ടിക ഒരാൾ ഉണ്ടാക്കണമെങ്കിൽ 100 ഇഷ്ടിക തന്നെ ഉണ്ടാക്കിയിരിക്കണം. അപ്പൊ കഷ്ടപ്പാട് കൂടി. നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് കൂടുമ്പോഴാണ് നമ്മൾ ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. 100 രൂപ നമുക്ക് 100 രൂപ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് 200ആയി, 300ആയി, 500ആയി, 1000ആയി, 10,000ആയി. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു 30,000 രൂപ വേണം പലിശ മാത്രമായിട്ട്. വരുമാനമൊന്നുമില്ല, ഒരു വരുമാനവും ഇല്ല. 30,000 രൂപ പലിശ കൊടുത്തുകൊണ്ടിരിക്കുക. അത് അവിടുന്ന് മേടിച്ച് ഇവിടുന്ന് മറിച്ച് അവിടുന്ന് പിറച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഈ വഴി കൂടെ അടയും. അവരുടെ എല്ലാം ഹൃദയത്തെ, കൊടുക്കുന്നവരുടെ ഹൃദയത്തെ ദൈവം കഠിനമാക്കുമ്പോൾ, ആ കൊടുപ്പ് നിൽക്കുമ്പോൾ ഇവരാരെ ആശ്രയിക്കും? ദൈവമായ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ പ്രതിസന്ധിയിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്ന് ദൈവമായ കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കും. തരുന്നവരെ കഠിനമാക്കും. തരുന്നവരിലൂടെ പീഡനം ഉണ്ടാവും. എന്തിനുവേണ്ടിയാ? നമ്മളെ വിശുദ്ധിക്കും. നമ്മളൊരു വീട് വെച്ച് ഒന്ന് കുറച്ച് പൈസ നമുക്ക് തന്ന ഒരാൾ, എന്തിനാ ആ വ്യക്തി കുറച്ച് കഴിയുമ്പോൾ നമ്മളെ സ്നേഹത്തോടെ നമുക്ക് തരുന്ന വ്യക്തി നമുക്കെതിരാകുമ്പോൾ, ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഇത്രയും പ്രാർത്ഥന പോരാ, പ്രാർത്ഥനയുടെ അളവ് വർദ്ധിപ്പിക്കുവാൻ ദൈവം അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുമെന്നാണ് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവ് കഠിനമാക്കുന്നോ? നീ ചുമ്മാ സുവിശേഷത്ത് കടന്നിട്ട് കാര്യമില്ല. നിനക്ക് തന്നിരിക്കുന്ന വീട്ടില് നീ അത്രമാത്രം പ്രാർത്ഥിച്ചാലേ ഉള്ളൂ ഈ കടബാധയിൽ നിന്ന് ആ കട മോചനം കിട്ടാനായിട്ട്. നമ്മൾ ഒരു 50 ലക്ഷം രൂപ ഒരാളുടെ കടം മേടിച്ചിട്ട് അവന് വീട് വെച്ചെങ്കിൽ 50 ലക്ഷം രൂപയുടെ ബാധ്യത നിൽക്കുക. ഇതൊരു ബന്ധനമാണ്, ഇതൊരു തടസ്സമാണ്, ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കുറവാണ്. ഈ കുറവ് പരിഹരിക്കപ്പെടണമെങ്കിൽ ഇത്രമാത്രം ദൈവാനുഗ്രഹം വന്നാലേ ഈ 50 ലക്ഷം രൂപ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയാൽ എന്ത് സംഭവിക്കുക? കടബാധ ഒഴിഞ്ഞു പോയാൽ സമാധാനത്തോടെ ആ ഭവനത്തിൽ ഉറങ്ങാൻ നമുക്ക് സാധ്യമാവുക. അപ്പൊ അത് മേടിച്ച് തന്നവൻ്റെ ഹൃദയത്തെ കഠിനമാക്കും. ഒരു സഹോദരൻ പറഞ്ഞ പോലെ, എനിക്ക് നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ, കൂട്ടുകാരന് ഭയങ്കര സ്നേഹമാണ്, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നേക്കാൻ പറഞ്ഞു. പക്ഷേ അവന് പെട്ടെന്ന് വീട് പണിയുവാനായിട്ട് കർത്താവ് ഒരു തോന്നൽ കൊടുത്തു. അവൻ വീട് പണിത് കഴിഞ്ഞപ്പോൾ അത് തീരാനായിട്ട് ബാക്കി പൈസ കിട്ടണം. അത് പൈസ കിട്ടണമെങ്കിലോ ഇവൻ്റെ പൈസ വേണം. അപ്പം എന്തായി? കഠിനമാക്കി. ആരുടെ ഹൃദയത്തെയാ? സഹോദരൻ്റെ ഹൃദയത്തെ, അല്ല കൂട്ടുകാരൻ്റെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ട് ദൈവം ഇവനോട് ചോദിപ്പിക്കുക. എന്തിനു വേണ്ടിയാ? അവന് പ്രാർത്ഥന കൂടി. ഭാര്യ വരുന്നില്ലായിരുന്നു, ഭാര്യ വരാൻ തുടങ്ങി, കുടുംബം മൊത്തം വരാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ എന്ത് സംഭവിക്കണം? കൂട്ടുകാരൻ്റെ ഹൃദയത്തെ കഠിനമാക്കുന്നില്ല എങ്കിൽ തീർച്ചയായും കുടുംബസമേതം ആരും ദേവാലയത്തിൽ എത്തുന്നില്ല. കരം ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന കുറയുമ്പോഴാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത്. പ്രാർത്ഥന കൂടുമ്പോൾ അസ്വസ്ഥത പോകും. പ്രാർത്ഥന കുറയുമ്പോൾ കടബാധ്യത ഏറും. പ്രാർത്ഥന കൂടുമ്പോൾ കടബാധ്യത വിട്ടുപോകും. പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. ചുമ്മാ ഒരു യുദ്ധമല്ല. പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഈശോ ചുമ്മാ ഒരു കാര്യമല്ല ചെയ്തേ. ഈശോ ലോകരക്ഷയ്ക്ക് വേണ്ടി ഈശോ എത്രമാത്രം സഹിച്ചു,
പിതാവേ, ഇത് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒന്ന് നീക്കിത്തരാവോ എന്ന് ഈശോ പിതാവിനോട് ചോദിച്ചില്ലേ? നമ്മൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പരിഹാര ബലി അർപ്പിക്കുമ്പോൾ ഒരു മനുഷ്യന് സങ്കല്പിക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള ഉഗ്രമായ വേദനയോടെയാണ് മിശിഹ കടന്നുപോയെങ്കിൽ, നിസ്സാര വേദനയുടെ വലിയ അനുഗ്രഹങ്ങൾ തരുവാനാണ് അവൻ വേദനയുടെ കടന്നുപോയത്. അവനോട് ഐക്യപ്പെടുന്നവന് റോമ 8:1 ശിക്ഷാവിധിയില്ല, സകല ശിക്ഷാവിധികളും അവൻ 2000 വർഷം മുമ്പ് കാൽവരിയിൽ ഏറ്റെടുത്തു എങ്കിൽ അവന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവിടെ നവീനവും സജീവമായ ഒരു പാത പിതാവായ ദൈവം തുറന്നു തന്നിട്ടുണ്ട്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? നമുക്ക് എഴുന്നേറ്റേക്കാൻ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. എല്ലാം വിട്ടുകൊടുത്ത മക്കളെ, നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളിലേക്ക് കടന്നു വരേണ്ടത്. ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കിയതുപോലെ ചില വ്യക്തികളുടെ കുടുംബത്തിലുള്ള അപ്പൻ്റെ, അമ്മയുടെ, സഹോദരങ്ങളുടെ ഒക്കെ ഹൃദയത്തെ ദൈവം കഠിനമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ഇസ്രായേലിനെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, അല്ലെങ്കിൽ തകർച്ചയുടെ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുവാനാണ് ദൈവം മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുന്നത്. ആർക്കും ഒരു അനുകമ്പ തോന്നുന്നില്ല. എൻ്റെ വേദന ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ ആർക്കും ഒരു അനുകമ്പ എന്നോട് തോന്നുന്നില്ല. കാരണം അവരുടെ ഹൃദയത്തെ ദൈവം കഠിനമാക്കി വെച്ചിരിക്കുക. നിന്റെ നിലവിളി, നിന്റെ ദീനരോധനം, നിന്റെ കണ്ണുനീര് ദൈവസന്നിധിയിൽ എത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് സഹനം തരുന്നത്. ആ സഹനത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് നമ്മൾ ഇഷ്ടപ്പെട്ടത്, നാം സ്നേഹിച്ചത് എല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന, ആ സ്നേഹമെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന ചില അവസ്ഥകളെ ദൈവം നമ്മളിൽ നിന്ന് നീക്കിക്കളയുന്ന സമയമുണ്ട്, എടുത്തുകൊണ്ട് പോകുന്ന സമയമുണ്ട്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. അപ്പച്ചനും അമ്മച്ചിയോടെ പ്രാർത്ഥിക്കാനായിട്ട് വരും. ബ്രദറെ പ്രാർത്ഥിക്കണം. ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ. ഈ പ്രശ്നത്തിൽ നിന്നൊന്ന് മോചനം കിട്ടണം. ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കപ്പെടണം. ഇവിടെ കഴിഞ്ഞ ദിവസത്തിൽ രാത്രിയിൽ അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന ആ സമയത്ത് തന്നെ അദ്ദേഹം മരണം പ്രാപിച്ചു. കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ, താങ്ങാനാവാത്ത ചില പ്രശ്നങ്ങൾ. ഇതിനകത്ത് മോചനം കിട്ടണമെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാതില്ലാതെ ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടത്തില്ല. അതുമാത്രം ചെയ്തു, അത്രമാത്രം നമ്മൾ തകർച്ചയിലാണ്, അത്രമാത്രം പ്രതിസന്ധിയിൽ. ഇതിനകത്തുനിന്ന് നമുക്കൊരു ആശ്വാസം കിട്ടണമെങ്കിൽ നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാതെ, ഇതിനകത്തുനിന്നൊരു ആശ്വാസം കിട്ടാതെ വരുമ്പോൾ നമ്മളെ ഈ കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ആ മഹത്വത്തിൽ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടേണ്ടി വരത്തില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, 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 അഭിഷേകം നിറയട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ അസ്വസ്ഥതകളും നമ്മളിൽ നിന്ന് അകന്നു പോകട്ടെ. പ്രാർത്ഥനയുടെ കുറവ് ഞങ്ങളിൽ ഉണ്ടെങ്കിൽ കർത്താവെ കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള തീക്ഷ്ണമായ അഭിഷേകം ഞങ്ങൾക്ക് തരണേ. കർത്താവെ അവിടുത്തെ സന്നദ്ധയിൽ വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, ദൈവസ്നേഹത്തോടെ വ്യാപരിക്കുവാനുള്ള ദൈവിക ശക്തി ഞങ്ങളിലേക്ക് നൽകണമേ. ഈശോ ഞങ്ങളുടെ ശരീരത്തെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഈശോയെ ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കി ഇസ്രായേലിനെ മോചിപ്പിക്കുവാനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയും. തേയിലും പാല് ഒഴുകുന്ന കാനാൻ ദേശമാണ് ദൈവത്തിന്റെ ലക്ഷ്യമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെ സഹനത്തിന്റെ അപ്പുറത്ത് മറുപുറത്ത് പരദീസയുണ്ട്, അല്ലെങ്കിൽ കാനാൻ ദേശമുണ്ട്. ഈശോയെ അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയപ്പോ കർത്താവ് അവിടുന്ന് അള്ളിച്ച് നല്ല കള്ളം പറയുന്നുണ്ടല്ലോ, അവിടുന്ന് പരദീസിലായിരിക്കുമ്പോ എന്നെ കൂടി ഓർക്കണമേ എന്ന്. ചിലർക്ക് പരദീസ് കൊടുക്കും, ചിലർക്ക് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമാണ് കർത്താവ് കൊടുക്കുന്നത്. ചില സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, ചിലർക്ക് ഈ ലോക ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹങ്ങൾ തരും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോട് സ്വരമുയർത്തി നമുക്ക് ദിവസനത്തിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് കർത്താവെ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണേ, കരുണയായിരിക്കണമേ. കർത്താവെ ഞങ്ങൾ ചെയ്ത എല്ലാ പാപത്തിൻ്റെ മേലും കർത്താവെ കരുണ ചൊരിയണമേ. ഈശോയെ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ കരുണ തോന്നണേ. ഈ ശരീരത്തോട്, ഈ ആത്മാവിനോട്, ഈ ജീവനോട്, ഈ ജീവിതത്തോട് കർത്താവെ കരുണയായിരിക്കണമേ. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള
കടലിനെ ശാന്തമാക്കിക്കൊണ്ട് കടലിന് മീതെ നടന്ന തമ്പുരാന്റെ അനന്തമായ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. നമ്മളെ മുക്കിക്കളയുന്ന എല്ലാ തകർച്ചയുടെ അരുവികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന്, ഇല്ലായ്മ ചെയ്യുന്ന എല്ലാ അരുവികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാഴ്ചയായി സമർപ്പിക്കുന്ന സമർപ്പണ സമയമാണ്. ഈ സമർപ്പണത്തിലൂടെ കർത്താവിൻ്റെ വലിയ മഹത്വത്തിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടെ നമുക്ക് ആഗ്രഹിക്കും. കാറ്റും കോളിനെയും ശാന്തമാക്കി വള്ളം മുങ്ങുമാറ് വള്ളത്തിലേക്ക് അടിച്ചു കയറി എന്നാണ് വചനം പറയുന്നത്. ആ വെള്ളത്തെ പോലെ ശാസിച്ചുകൊണ്ട് ആ വള്ളത്തെ അവിടുന്ന് നിശ്ചലമാക്കിയതുപോലെ കർത്താവെ കടലിനെ നിശ്ചലമാക്കി ആ വള്ളം ശാന്തതയിലേക്ക്, ആ വള്ളത്തിലായിരിക്കുന്നവർ ശാന്തതയിലേക്ക് കടന്നു പോയതുപോലെ കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന വ്യക്തികൾ ഒക്കെ ഞങ്ങളിലൂടെ ഒത്തിരിയേറെ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവെ അങ്ങ് അവയെല്ലാം കാറ്റിനെ ശാസിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെയും തകർച്ചകളെയും ഇല്ലായ്മയും വലിയ കടബാധ്യതകളെയും ഒക്കെ കർത്താവെ അവിടുന്ന് പരാജയപ്പെടുത്തുവാനുള്ള അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി, പുത്ര സാന്നിധ്യത്തിൻ്റെ അഭിഷേകം ധൂർത്തപുത്രനെ അനുഗ്രഹിച്ചതുപോലെ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ പ്രതിസന്ധികൾക്കും കാരണം നമ്മുടെ പാപങ്ങളാണ് എന്നുള്ള മനോഭാവത്തോടുകൂടി കർത്താവെ ഞങ്ങളുടെ തിരുസന്നിധിയിൽ ഈ സമ്പത്ത് സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, ജീവിത പരാജയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ ഞങ്ങളെ കുദാശകൾ സ്വീകരിക്കുവാനായിട്ട്, വിവാഹം എന്ന കുദാശയിലേക്ക് പ്രവേശിക്കാനായിട്ട് തടസ്സമായിരിക്കുന്ന എല്ലാ മേഖലകളും കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ദൈവസ്ഥനെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് രോഗികളായിരിക്കുന്നവര് അന്യായമായ സമ്പത്ത് കർത്താവെ അന്യായമായിട്ട് സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വഴിയാണ് രോഗത്തിന്റെ അവസ്ഥ. കർത്താവെ അവയെല്ലാം അവിടുന്ന് അറിയുന്നുണ്ടല്ലോ കർത്താവെ. ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. നമുക്ക് കാഴ്ച സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുട്ടുമേല കാഴ്ച സമർപ്പിക്കുന്ന ഒരു മുട്ടുമേലാകുക. പ്രിയപ്പെട്ട നിങ്ങൾ കൂടുതൽ ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. കർത്താവിൻ്റെ അനുഗ്രഹം മഴ പോലെ പെയ്തിറങ്ങുന്ന ഒരു പരിശുദ്ധമായ ദേവാലയ വിശുദ്ധ അവറപിതാവിൻ്റെ ഭൗതിക ശരീരം നിലകൊള്ളുന്ന ഈ പരിശുദ്ധമായ ആലയത്തിൽ വിശുദ്ധിയുടെ അഭിഷേകം വ്യാപരിക്കപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധൻ്റെ ഈ കവടത്തിലോട്ട് അനേകരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. അതുപോലെ താമസിച്ചുള്ള ധ്യാനം ഈ ഞായറാഴ്ച വൈകുന്നേരം 4:30 മണിക്ക് ആരംഭിക്കും. ധ്യാനത്തിലേക്ക് നിങ്ങൾ ആളുകളെ പറഞ്ഞയക്കുക. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ധ്യാനം അവസാനിക്കും. നിങ്ങൾ ധ്യാനത്തിലേക്ക് ആളുകളെ പറഞ്ഞു വിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കർത്താവായ ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ, കൈപിടിച്ചു നടത്തുവാൻ കൂടെയുണ്ടല്ലോ. കർത്താവായ ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ, കൈപിടിച്ചു നടത്തുവാൻ കൂടെയുണ്ടല്ലോ. മഞ്ഞിൽ വിജയം നേടിടുവാൻ മാനവ ഹൃദയം തുറക്കുവാൻ അഭിഷേകം ചെയ്തു നിന്നെ വേർതിരിച്ചു ഞാൻ. അഭിഷേകം ചെയ്തു നിന്നെ വേർതിരിച്ചു ഞാൻ. കർത്താവായ ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ, കൈപിടിച്ചു നടത്തുവാൻ കൂടെയുണ്ടല്ലോ. നിനക്കു മുൻപേ പോകാം ഞാൻ, മലകൾ നിരപ്പാക്കാം, പിച്ചളവാതിലുകൾ തകർക്കാം, ഓടാമ്പലുകൾ ഒടിക്കാം. അന്ധകാരത്തിലെ നിധിയും രഹസ്യമാം ധനശേഖരവും, അന്ധകാരത്തിലെ നിധിയും രഹസ്യമാം ധനശേഖരവും നിനക്കു ഞാനേകാം, നിന്റെ ദൈവമല്ലോ ഞാൻ. നിനക്കു ഞാനേകാം, നിന്റെ ദൈവമല്ലോ ഞാൻ. മുട്ടുമേലാകാം. ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. സ്വർഗീയ സാന്നിധ്യം, സ്വർഗീയ ശക്തി കൊണ്ട് നമ്മളെ നിറയ്ക്കുവാൻ സർവശക്തനായ ദൈവം ഇതാ നമ്മുടെ മധ്യത്തിൽ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കാം. ഉദ്ധിതനായ യേശുവിനെ
മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിൽ നിറയുന്ന സങ്കീർത്തനം, അകതാരിൽ നിന്നുയരും സ്തുതി കീർത്തനം, ഓരോ അണുവിലും കുടികൊള്ളും ചൈതന്യമേ, ഒരു വേള പോലും ഞാൻ പിരിയാതെ പാടിടാം. ആരാധന യേശുവേ, 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 ആരാധന യേശുവേ. സങ്കീർത്തനങ്ങളും സ്തുതി കീർത്തനങ്ങളും സർവേശ സൂനുവെ പാടിടുന്നു. സങ്കീർത്തനങ്ങളും സ്തുതി കീർത്തനങ്ങളും സർവേശ സൂനുവെ പാടിടുന്നു. സ്വർഗസിംഹാസന സന്നിധേ പാടുന്ന സ്വർഗീയ ദൂതരോടൊത്തു ഞങ്ങൾ, സ്വർഗസിംഹാസന സന്നിധേ പാടുന്ന സ്വർഗീയ ദൂതരോടൊത്തു ഞങ്ങൾ, സ്വർഗീയ സംഗീതം പാടിടാം. ആരാധന യേശുവേ, 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 ആരാധന യേശുവേ. സ്വർഗീയ മന്നയായി ആത്മീയ ഭോജ്യമായി ആരാധ്യനാഥനെ വന്നിടണേ. സ്വർഗീയ മന്നയായി ആത്മീയ ഭോജ്യമായി ആരാധ്യനാഥനെ വന്നിടണേ. ആത്മാവിൻ ദാഹം തീർക്കുവാൻ കനിയൂ, അങ്ങില്ലയിച്ചു ഞാൻ ജീവിച്ചിടാം. ആത്മാവിൻ ദാഹം തീർക്കുവാൻ കനിയൂ, അങ്ങില്ലയിച്ചു ഞാൻ ജീവിച്ചിടാം. അങ്ങേ സ്തുതിച്ചു ഞാൻ പാടിടാം. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ,
ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ. തിരുവോസ്വരൂപനായ യേശുവിലേക്ക് നമുക്ക് നോക്കാം. അമ്മയെ സ്നേഹിക്കുന്ന ദൈവം, അവൻ്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കപ്പെടാത്തൊരിടവുമില്ല. മുറിവുകളും ചതവുകളും രക്തമൊലിക്കുന്ന മുറിപ്പാടുകൾ അതിനെ കഴുകി വൃത്തിയാക്കുകയോ ആശ്വാസത്തിന് തൈലം പുരട്ടുകയോ ചെയ്തില്ല എന്ന് യെശയ്യാ പ്രവചനം 1 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യെശയ്യാ പറഞ്ഞു, അവിടുത്തെ നോക്കിയവർ അമ്പരന്നുപോയി. മനുഷ്യന് തോന്നാത്ത രീതിയിൽ അവൻ വിരൂപനായി കുരിശിൽ കിടന്നു എന്ന് യെശയ്യാ പ്രവചിച്ചു. നമ്മുടെ വേദനകളെയാണ് യഥാർത്ഥത്തിൽ അവൻ ചുമന്നതെന്ന് യെശയ്യാ പറഞ്ഞു. ഉഴവുകാർ നിലം ഉഴുതു മറിക്കുന്നത് പോലെ അവൻ്റെ ശരീരത്തിൽ നീളത്തിൽ ഒഴിവുചാൽ കീറിയെന്ന് സങ്കീർത്തന പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദാവീദ് പറയുകയാണ്, നമ്മുടെ പാപങ്ങൾ ഒന്നൊന്നായി അവൻ ഏറ്റെടുക്കുമ്പോൾ ഉഴവുകാർ നിലം ഉഴുതു മറിക്കുന്നത് പോലെ അവൻ്റെ ശരീരത്തിൽ നീളത്തിൽ ഒഴിവുചാൽ കീറി. മകനെ മകളെ, എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമ്പോൾ ഈശോ പാടുപീഡകൾ സഹിച്ചാണ്, വേദനകളുടെ മധ്യത്തിലൂടെ കടന്നുപോയാണ് അവൻ നമ്മളെ അനുഗ്രഹിച്ചത്. സഹനത്തിലൂടെയാണ് പിതാവായ ദൈവം രക്ഷ നമുക്ക് പ്രദാനം ചെയ്തത്. പുത്രന്റെ സഹനത്തിലൂടെയാണ്, പീഡാസഹനത്തിലൂടെയാണ് നിത്യമായൊരു രക്ഷ ഇസ്രായേൽ ജനത്തിന് ലോകം മുഴുവനും അവിടുന്ന് പ്രദാനം ചെയ്തത്. ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവനിലൂടെ ലോകം രക്ഷ പ്രാപിക്കുവാനാണ് തൻ്റെ ഏകജാതനെ തന്നെ നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിച്ചതെന്ന് യോഹന്നാന്റെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ അരുമസുതൻ, തൻ്റെ കൂടെ ആയിരിക്കുന്ന, തന്നോടൊപ്പമായിരിക്കുന്ന ഒരു മകനെ ലോകരക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് മനുഷ്യനായി തന്നെ അവതരിച്ചുകൊണ്ട് മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ആ ശരീരത്താൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരണം പ്രാപിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതു ഭാഗത്തേക്ക് കടന്നു ചെല്ലുന്ന പുത്രനായ യേശുനാഥൻ നമ്മളിൽ ഒരുവനെ പോലെ ആയിത്തീരുകയാണ്. കോലാടിൻ്റെയോ ആട്ടിൻകുട്ടിയുടെയോ രക്തത്തിന് മനുഷ്യന്റെ പാപം നീക്കിക്കളയുവാൻ സാധ്യമല്ല എന്ന് കണ്ട ദൈവം മനുഷ്യന്റെ പാപങ്ങൾ നീക്കിക്കളയുവാൻ തൻ്റെ ഏകജാതനെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നമ്മളിൽ ഒരുവനായിട്ട് അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. നമ്മൾ ജനിച്ചതുപോലെ അമ്മയുടെ ഉദരത്തിൽ നിന്നാണ് അവന്റെ ജനനം. ഈശോയെ, സകല പാപങ്ങളും എല്ലാ സുഖങ്ങളും അവന്റെ ശരീരത്തിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോ വേദനകളുടെ മധ്യത്തിലൂടെയാണ് ഈശോ കടന്നു. അവിടുത്തെ അസ്ഥികൾ എണ്ണാവുന്ന വിധത്തിലായി എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലേൽ ലമാ സബ്ദാനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് അവിടെ തന്നെ കൈവിട്ടത്? പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ തലചായ്ച്ച് ജീവൻ വെടിഞ്ഞു എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ കീറി മാറ്റപ്പെടുകയാണ്. കർത്താവിന്റെ അഭിഷേകം, ദൈവപുത്രനിലൂടെ ഒഴുകപ്പെട്ട നിത്യജീവന്റെ അഭിഷേകം ബലിപീഠത്തിലൂടെ ഇസ്രായേൽ ജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുന്നത് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അവൻ തലചായ്ച്ച് ജീവൻ വെടിഞ്ഞപ്പോ പാറ പിളരുന്നുണ്ട്, പ്രേതാലയങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്, നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുന്നുണ്ട്.
വിശുദ്ധരുടെ ശരീരങ്ങളാണ് ഉയർപ്പിക്കപ്പെടുന്നതെന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ശരീരവും ആത്മാവും ജീവനുമെല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവന്റെ ശരീരത്താലും അവന്റെ രക്തത്താലും അവന്റെ ആത്മാവിനാലും നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടുന്നു. ഈ വീണ്ടെടുക്കപ്പെട്ട ശരീരമാണ് ഈശോയുടെ രണ്ടാം വരവിൽ ഉയർപ്പിക്കപ്പെടുന്നതെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആഗ്രഹിച്ച മക്കളെ, ഞാൻ എത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചു, ഞാൻ എത്രമാത്രം യേശുവിനെ സ്വന്തമാക്കിയോ, ഞാൻ എത്രമാത്രം യേശുവിൻ്റെ ഒപ്പം വ്യാപരിച്ചോ, യേശുവിനോടൊപ്പം ഞാൻ സഞ്ചരിച്ചോ, അത്രമാത്രം മഹത്വത്തോടെ എൻ്റെ ശരീരം ഉയർപ്പിക്കപ്പെടുമെന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടണമെങ്കിൽ അവനിലായിരിക്കണം നമ്മുടെ ജീവിതം, വചനത്തിലായിരിക്കണം നമ്മുടെ ജീവിതം, വിശുദ്ധ ജീവിതമായിരിക്കണമെന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന് ശക്തി തരുവാൻ അവിടുന്ന് കൂദാശകളിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ ഈ സാന്നിധ്യത്തിന്റെ ശക്തി അനുദിനം നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രകടമാക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച് കർത്താവിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിനെന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയും തിന്മയുടെ സ്വാധീനങ്ങളെ ചെറുത്തു നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും വിശ്വാസത്തോടെ അവന്റെ ശരീരത്തോടും രക്തത്തോടും ആത്മാവിനോടും ജീവനോടും നമുക്ക് ചേർന്ന് വയ്ക്കാം. ഈ സാന്നിധ്യത്തെ, ഈ സ്വർഗീയ സാന്നിധ്യത്തെ, ഈ മഹത്വപൂർണനായ ദൈവത്തെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ലഭിച്ചിരിക്കുന്ന ഭാഷാപരം അനുസരിച്ച് നമുക്ക് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ, അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയുന്നു, അഭിഷേകം നിറയുന്നു, അഭിഷേകം നിറയുന്നു. ശക്തി വ്യാപരിക്കപ്പെടുന്നു, കൃപ വ്യാപരിക്കപ്പെടുന്നു, ദൈവമഹത്വം വെളിപ്പെടുന്നു. ഇസ്രായേലിന് കർത്താവിന്റെ മഹത്വം ഇസ്രായേലിന്റെ മേല് ദൈവം ഇതാ വെളിപ്പെടുത്തുന്നു. വിശ്വാസത്തോട് സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വന്നിരിക്കുന്ന എല്ലാ ബലഹീനത മേലും ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. ബലഹീനത അതിജീവിക്കുവാൻ ഈ അൾത്താരയിൽ നിന്ന് വിശുദ്ധ ജാബറ പിതാവ് അർപ്പിച്ച പരിശുദ്ധ ബലിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ബലഹീനതകളെ അതിജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ ശക്തി ഞങ്ങളുടെ ശരീരത്തില് ഇപ്പോൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ജാബറ പിതാവ് ഈ അൾത്താരയിൽ അർപ്പിച്ച പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മേല് കരുണ ചൊരിയുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ ദൈവജനം ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് ദിവ്യകാരുണ്യ ഈശോയെ മഹത്വപ്പെടുത്തുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച്, ജനമെല്ലാം വിളിച്ച്, മക്കളെ വിളിച്ച്, ദൈവത്തിന്റെ മക്കളെ വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച്. അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ, കൃപ വ്യാപരിക്കപ്പെടട്ടെ, ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. സകല തിന്മയും പരാജയപ്പെടുത്തുവാൻ അത്യുന്നതനായ ദൈവം വിശുദ്ധ ജാബറ പിതാവിന് കൊടുത്ത ആത്മീയാഭിഷേകത്തിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസപൂർവ്വം വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, മുട്ടുമേൽ നിന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, അനുതാപത്തോടെ വിളിച്ച്, വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആത്മാവിന്റെ ശക്തി സ്വർഗത്തിൽ നിന്ന് അയക്കണമേ. വിശുദ്ധിയുടെ, വിശ്വാസത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ വലിയൊരു അഭിഷേകം വിശുദ്ധ ജാബറ പിതാവില് വെളിപ്പെട്ടതുപോലെ ഞങ്ങളിൽ വെളിപ്പെടുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്നാലോ? എഴുന്നേറ്റ് നിന്നോ? കരമടിച്ച് പാടാം. എല്ലാവരും എഴുന്നേറ്റ്. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹം പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ, നിന്നിൽ അനുഗ്രഹം പൂമഴ ദൈവം ചൊരിയും. ആഹാ, എന്റെ ദൈവമേ, നിന്നെ
സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്നു നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹ പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹ പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്നു നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹ പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹ പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാടാം എല്ലാവരും ചേർന്ന് നന്നായിട്ട് സ്തുതിച്ച് പാടി ദൈവത്തെ ആരാധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന അത്ഭുതകരമായ നിമിഷമാണ്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം സ്വതന്ത്രമാക്കിയത് അവിടുന്ന് ആരാധിക്കുവാനാണ്. അവിടുത്തെ ആരാധിക്കുമ്പോൾ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടുന്നു. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമാർജനം ചെയ്യപ്പെടുന്നു. ഗർഭഛിദ്രമോ വാന്ധ്യതയോ ദേശത്തുണ്ടാവുകയില്ല എന്ന് പുറപ്പാട് 23-25 തിരുലിഖിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? കരമടിക്കാം. നന്നായിട്ട് പാടിക്കും. എല്ലാവരും സ്വരമുയർത്തി നന്നായിട്ട് പാടി ആരാധിക്കും. സ്തുതിച്ചു പാട് നീ കണ്ണുനീരോടെ ഇന്ന് നിന്റെ ദൈവം നീതി നടത്തിത്തരും. സ്തുതിച്ചു പാട് നീ കണ്ണുനീരോടെ ഇന്ന് നിന്റെ ദൈവം നീതി നടത്തിത്തരും. എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ ഇന്നു നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹ പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹ പൂമഴ ദൈവം ചൊരിയും. ശക്തിയോടെ കരമടിച്ച് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടുകൂടി ശരീരത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധ കുർബാനയായിട്ട് യേശു എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വന്നു. ഈ ശരീരത്തിലായിരുന്നുകൊണ്ട് എൻ്റെ ശരീരത്തിലായിരുന്നുകൊണ്ട് ആ ശരീരത്തിലായിരിക്കുന്ന യേശുവിനെ ഞങ്ങൾ ഒന്നു ചേർന്ന് ഇതാ ആരാധിക്കുന്നു. അത്ഭുതകരമായ ദൈവിക ശക്തി സകല തടസ്സങ്ങളെയും പരാജയപ്പെടുത്തുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. നന്നായിട്ട് സ്തുതിച്ചു, നന്നായിട്ട് സ്തുതിച്ചു. എല്ലാവരുടെ ശബ്ദം ദൈവം കേൾക്കട്ടെ. ഓരോ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ദൈവനാമം എല്ലാവരുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന ദൈവിക സ്വരം ദൈവം കേൾക്കിട്ടുകൊണ്ടിരിക്കുക. കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിൽ നിറഞ്ഞു വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്തുതിച്ചു പാട്
നീ എളിമയോടെ നിന്റെ കരം പിടിച്ച് ദൈവം നിന്നെ ഉയർത്തും. എല്ലാവരും സ്തുതിച്ചു പാട് നീ എളിമയോടെ നിന്റെ കരം പിടിച്ച് ദൈവം നിന്നെ ഉയർത്തും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നു നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹപ്പൂമഴ ദൈവം ചൊരിയും. 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 ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നു നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹപ്പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹപ്പൂമഴ ദൈവം ചൊരിയും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നു നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹപ്പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹപ്പൂമഴ ദൈവം ചൊരിയും. എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നു നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹപ്പൂമഴ ദൈവം ചൊരിയും. സ്തുതിച്ചു പാട് നീ വിശുദ്ധിയോടെ നിന്നിൽ അനുഗ്രഹപ്പൂമഴ ദൈവം ചൊരിയും. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നു നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നു നിറഞ്ഞിടട്ടെ. കരമുയർത്തി വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുന്ന സാക്ഷ്യം ശ്രദ്ധിക്കുക, ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക. എൻ്റെ പേര് സണ്ണി, സ്ഥലം കുടമാളൂർ. എനിക്ക് ഈ ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചെറുതും വലുതുമായ നിരവധിയായ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പെങ്ങളുടെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം എഴുതുന്നത്. ആൾക്ക് 2 ആഴ്ച മുൻപ് മൂത്രമൊഴിക്കുമ്പോൾ വേദനയും തടസ്സവും ഉണ്ടായി. പരിശോധനയിൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ബയോപ്സിയിൽ 90% ഇത് തന്നെ ആണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ബയോപ്സി റിസൾട്ടിൽ 90% ക്യാൻസർ രോഗമാണ്. പെങ്ങളുടെ മോന് ഈ ആരാധനയിൽ സമയം കിട്ടുമ്പോഴെല്ലാം വന്ന് പങ്കെടുക്കുന്ന ആളാണ്. അവൻ എന്നോട് പറഞ്ഞു 90% ക്യാൻസർ ആണെങ്കിലും 10% നമുക്ക് സാധ്യതയുണ്ട്. ആ 10% ഈശോയ്ക്ക് കൊടുത്തിട്ട് 90% സുഖപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനിടയിൽ ബ്രദറിനോട് വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. ഈ രോഗം വ്യാപിച്ചിട്ടുണ്ടോ എന്നറിയുവാൻ ഒരു പരിശോധനയോട് നടത്തണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതിന് മുന്നേ ഞങ്ങൾ വിശ്വാസത്തോടു കൂടി ഈ അൾത്താരയിൽ പൂക്കൾ വെച്ച് ആരാധന നടത്തുകയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു.
പരിശോധനയുടെ റിസൾട്ട് വന്നപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, മരുന്ന് കഴിച്ച് മാറാവുന്ന രോഗമുള്ളൂ, നിസ്സാര രോഗമായിട്ട് ആ രോഗം മാറിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. അഭിഷേകത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. എല്ലാവരും ചേർന്ന് ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. നമുക്കൊരു സാക്ഷിയുടെ, ആ സഹോദരൻ തന്നെ ഒരു സാക്ഷിയുടെ കേൾക്കാം. എൻ്റെ ചേട്ടന് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ടായി. ഇത് ഓപ്പറേഷൻ ചെയ്താൽ ആൾ കിടക്കയിൽ കിടന്നു പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഈ കിഡ്നി ഓപ്പറേഷൻ ചെയ്താൽ കിടപ്പ് രോഗിയായിട്ട് മാറുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പല മരുന്നുകളും കഴിച്ചു നോക്കി. വേദന സഹിക്കാൻ പറ്റാതായപ്പോൾ ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചു. ദീപികാരനെ ഈശോയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു കുഴപ്പമില്ലാതെ വളരെ ഭംഗിയായി ഓപ്പറേഷൻ നടക്കുകയും ചെയ്തു. ചേട്ടന് നടക്കുന്നതിനും യാതൊരു കുഴപ്പമില്ല. പള്ളിയിൽ പോകുന്നതിനും എല്ലാ ശുശ്രൂഷകളിൽ ഞായറാഴ്ച ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുന്നതിനും യാതൊരു തടസ്സവും ഇല്ലാതെ പരിപൂർണ സൗഖ്യം ഈശോ കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇവിടെ ചില ആളുകൾ ഇവിടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. കിഡ്നിയിലെ സ്റ്റോണ് ഒക്കെ മാറ്റി ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയാലും വീണ്ടും സ്റ്റോണുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ വേദനിക്കുന്ന വിഷമിക്കുന്ന രോഗികൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെയുള്ള കിഡ്നി സംബന്ധമായ രോഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ മഹത്വം വെളിപ്പെടുത്താനായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്വരമേർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോസ് എന്ന സഹോദരൻ അരുവിത്ര നിന്ന് എല്ലാ ആഴ്ചകളിലും കഴിയുന്നത്ര ഞായറാഴ്ച വെള്ളിയാഴ്ച ശുശ്രൂഷകളിൽ കുടുംബസമേതമൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഭാര്യയ്ക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എന്തോ വയറില്ലാത്ത അസുഖം ഉണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ട് ECG നോക്കിയപ്പോൾ വേരിയേഷൻ കണ്ടു. ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തിയപ്പോൾ റിസൾട്ടിൽ ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നി. ഇവിടെ അതിനുശേഷം ആൻജിയോഗ്രാം ചെയ്യാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി നിൽക്കുക. ആ സമയത്ത് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും പ്രാർത്ഥനയിലൂടെ ഒന്ന് പങ്കുചേരാന്നൊക്കെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആൻജിയോഗ്രാമിൽ റിസൾട്ട് വന്നപ്പോൾ ആൻജിയോപ്ലാസ്റ്റ് ഒന്നും ചെയ്യേണ്ട, അങ്ങനെ രോഗാവസ്ഥ ഇല്ല എന്ന് അവിടെ കണ്ടെത്തുകയുണ്ടായി. ഈശോ സുഖപ്പെടുത്തി. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. എൻ്റെ പേര് മനോജ്, സ്ഥലം വില്ലൂന്നി. ഞാൻ സ്ഥിരമായി ആരാധനയിൽ പങ്കെടുക്കുന്ന ആളാണ്. എൻ്റെ പേരിലുള്ള വീട് സ്ഥലവും വിൽപ്പന നടക്കുന്നതിന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വളരെ വേഗത്തിൽ ആ വിൽപ്പന നടന്നു. എൻ്റെ വഴികളിൽ എന്നെ കാത്തു പരിപാലിക്കുന്ന ദിവ്യകാരുടെ നാഥന് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. അപ്പം നമ്മുടെ ഇവിടെ ആയിരിക്കുന്ന മക്കൾ വസ്തുവൊക്കെ വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അവിടെയൊക്കെ നിയോഗങ്ങളെ ഈ ഒരു അനുഗ്രഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. നമ്മളുടെ ഈ നിയോഗത്തിൻ്റെ പേരിലും ഇതുപോലെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേർച്ചകൾ നിറവേറ്റിക്കൊള്ളാമെന്ന് ദൈവസ്ഥനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തോട് വെളിപ്പെടുമെന്നാണ് ഈ സാക്ഷ്യം രേഖപ്പെടുത്തുന്നത്. കരങ്ങളൊന്ന് ഉയർത്തി വിശ്വാസത്തോടെ ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളുടെ നിയോഗത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം 1 മുതൽ തിരുവചനം. പിന്നെ അവൻ എന്നെ ദേവാലയത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അതാ ദേവാലയ പൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നു. ദേവാലയത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിൻ്റെ വലതുഭാഗത്ത് ബലിപീഠത്തിന് തെക്കുവശത്ത് അടിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ അവൻ എന്നെ വടക്കേ പടിപ്പുരയിലൂടെ പുറത്തു കൊണ്ടുവരികയും കിഴക്കേ പടിപ്പുരയിലൂടെ പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു. വെള്ളം തെക്കുവശത്തൂടെ ഒഴുകിയിരുന്നു. കയ്യിൽ ഒരു ചരടുണ്ടായിരുന്നു. അവൻ കിഴക്കോട്ട് നടന്ന് 1000 മുഴം അളന്നു. എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു. അവിടെ കണങ്കാൽ വരെ വെള്ളമുണ്ടായിരുന്നു. പിന്നെ അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. വീണ്ടും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ അരക്കപ്പം വെള്ളമുണ്ടായിരുന്നു. പിന്നെ അവൻ 1000 മുഴം അളന്ന് എനിക്ക് കടന്നു പോകുവാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു. നീന്താൻ വേണ്ട ആഴമുണ്ടായിരുന്നത്. അതിന് നടന്ന്
അക്കരെ പറ്റാൻ വയ്യാത്ത ഒരു നദി. അവൻ എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, നീ ഇത് കണ്ടോ? പിന്നെ അവൻ എന്നെ നദിയുടെ തീരത്തൂടെ കൊണ്ടുവന്നു. ഞാൻ തിരിച്ചു പോന്നപ്പോൾ നദിയുടെ ഇരുകരകളിലും വളരെ അധികം വൃക്ഷങ്ങൾ കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഒഴുകി അരാബായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധമാക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ. ജീവജലത്തിന്റെ അരുവിയെ കുറിച്ച് ദൈവജനത്തെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. നഗരവീതിയുടെ മധ്യത്തില് നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ്. ഇനിമേൽ ശപിക്കപ്പെട്ടതായി ഒന്നും ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലുണ്ടായിരുന്നു. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടങ്ങളിൽ ഉണ്ടായിരിക്കും. ഇനിയൊരിക്കലും രാത്രി ഉണ്ടാകുകയില്ല. ദീപത്തിന്റെ വെളിച്ചമോ സൂര്യന്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നേക്കും വാഴും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാം. ദൈവിക സാന്നിധ്യം, ദൈവിക ശക്തി, ദൈവത്തിന്റെ അഭിഷേകം ഈ ദേവാലയത്തില് നിറഞ്ഞു നിൽക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തില്, ദൈവത്തിന്റെ ശക്തിയില് ദൈവജനമായിരിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിൽ നിറഞ്ഞു വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? പഠിച്ചു നന്നായിട്ട് ആരാധിക്കാം. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാവരും മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായേ. നിറയണമേ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. 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 ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന്
യേശുവിനെ മരുഭൂവിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂവിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. നിറയണമേ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ ഇന്നെന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്ങൾ പോലും രണ്ടായി മാറ്റി അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്ങൾ പോലും രണ്ടായി മാറ്റി അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങൾ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങൾ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങൾ നിറയണമേ. ഇഷ്ടതയോടെ വലിയ ആഗ്രഹത്തോടെ സിഹിയോൻ മാളികമുറിയിലോ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ അത്ഭുതകരമായ ദൈവിക ശക്തി, റൂഹ അഭിഷേകം അവർ സമ്മേളിച്ചിരുന്ന മാളികമുറിയിലേക്ക് കടന്നു വന്നു. എങ്കിലോ അതേ സാന്നിധ്യവും ശക്തിയും ദൈവമായ കർത്താവ് ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ ജനതയ്ക്കും നൽകിക്കൊണ്ട് കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അത്യുന്നതനായ ദൈവത്തിന്റെ മഹത്വം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദൈവമക്കളിൽ നിൽക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. കരമുയർത്തി വിശ്വാസത്തോടെ ദൈവജനം പ്രാർത്ഥിക്കുമ്പോ ഈ അത്ഭുത ശക്തി നിങ്ങളുടെ ജീവിതത്തില് കർത്താവ് വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്നായിട്ട് പ്രാർത്ഥിച്ച്, നന്നായിട്ട് പ്രാർത്ഥിച്ച്. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തിയായി ദൈവ സാന്നിധ്യം നിറയുന്നു, അതിശക്തമായ അഭിഷേകം നിറയുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യവും മഹത്വവും വെളിപ്പെടുന്നു. വിശ്വാസത്തോട് സ്തുതിക്കുന്ന ദൈവമക്കളുടെ മേൽ കർത്താവിന്റെ കരുണ വെളിപ്പെടുന്നു, ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു. തലമുറകളിലേക്ക് അഭിഷേകം വ്യാപരിക്കപ്പെടുന്നു. മക്കളെ അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, കർത്താവ് ദേശത്തെ അനുഗ്രഹിക്കുന്നു, കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കുന്നു, അധ്വാന മേഖലയെ അനുഗ്രഹിക്കുന്നു. ഈശോ അനുഗ്രഹിക്കുന്നു. മക്കളെ കരനീട്ടി വിളിച്ച് ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച് അനുഗ്രഹിക്കുന്ന യേശുവിനെ വിളിച്ച്, തിരുവോസ്വരൂപനായ യേശുവിനെ വിളിച്ച് രക്തസ്രാവക്കാരി ആഗ്രഹിച്ചപ്പോ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടെങ്കിലോ ഞാനും നീയും ആഗ്രഹിക്കുമ്പോ അവനിൽ നിന്ന് ശക്തി പുറപ്പെടുമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ ഈശോയെന്ന് വിളിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ് ഈശോയെന്ന് വിളിക്കുന്നു. വിശ്വാസത്താൽ യേശുവിൻ മസ്നത്തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ യേശുവിൻ മസ്നത്തുമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, തപ്പുകളോടും താളത്തോടും ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. തപ്പുകളോടും താളത്തോടും ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ. നിറയണമേ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ, ഒഴുകണമേ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ ഇന്നെന്നുള്ളിൽ തീനാവുകളാൽ,
ഒഴുകണമേ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളായി. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. സ്തുതിക്കാം. ശുശ്രൂഷയിലായിരിക്കുന്നവര്, മധ്യസ്ഥ പ്രാർത്ഥനയുള്ളവര്, ഭാഷാപരത്തിൽ സ്തുതിക്കാൻ പരിശുദ്ധാത്മാവ് മെസ്സേജ് തരുന്നുണ്ട്. കാര്യങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്വരമേർത്തി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വലിയൊരു അഭിഷേകം ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കരമേർത്തി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ധ്യാനത്തിലേക്ക് അനേകർ കടന്നു വരുവാൻ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കരമേർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേർത്തി സ്തുതിക്കാം. ധ്യാന സെന്ററെ സമർപ്പിക്കാം. ധ്യാനിപ്പിക്കുന്ന വൈദികരെ സമർപ്പിക്കാം. അൽമേരായിട്ടുള്ള ഞങ്ങളെ ശുശ്രൂഷകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവജനത്തിന് വലിയ അഭിഷേക പെരുമഴ പോലെ ഈ മലമുകളില് 5 ദിവസം പെയ്തിറങ്ങുവാൻ ദൈവത്തിന്റെ അനന്തമായ ശക്തി ഈ മലമുകളില് അവിടുന്ന് വെളിപ്പെടുത്തണമെന്ന് അനേകരെ ആകർഷിച്ച് കൊണ്ടുവരുവാൻ തക്കവിധം ആത്മാവിന്റെ അഭിഷേകത്തെ ഈ പ്രാർത്ഥനയിലൂടെ അനേകരിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. അഭിഷേകത്തോടെ വിളിക്കാം. ആത്മാവിൽ നിറഞ്ഞു വിളിക്കാം. നമുക്ക് മുട്ടുമേലാകാം. നമ്മുടെ കാവൽ ദൂതന്മാരോട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കാവൽ ദൂതന്മാര് മറ്റ് ആളുകളുടെ കാവൽ ദൂതന്മാരുമായിട്ട് ഒന്ന് ചേർന്ന് അവരെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് സാധ്യമാകും. അതുകൊണ്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കാവൽ ദൂതനോട് പ്രാർത്ഥിക്കാം. കാവൽ ദൂതന്മാരെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകരെ കൂട്ടിക്കൊണ്ടുവരുവാൻ മറ്റുള്ളവരുടെ കാവൽ ദൂതന്മാരോട് ചേർന്ന് അവരെയും ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഒരാത്മീയ അഭിഷേകത്തെ അവർ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മളിലേക്ക് അയക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലേക്കും ദൈവജനത്തെ കൂട്ടിക്കൊണ്ടുവരുവാനുള്ള വലിയൊരു അഭിഷേകം കാവൽ ദൂതന്മാർ വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിക്കുന്നതായിട്ട് നൽകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ. ദൈവരാജ്യ ശുശ്രൂഷകരാണ് നമ്മൾ. അനേകരെ രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. സ്വാർത്ഥരാകരുത്. ഞാൻ പോകുന്നുണ്ട് ആരും അറിയരുത്. സ്വാർത്ഥത ഒരിക്കലും അനുഗ്രഹിക്കപ്പെടത്തില്ല. നമ്മളെല്ലാം ശുശ്രൂഷകരാണ്. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ തിടുക്കത്തിൽ മലമ്പ്രദേശത്തുകൂടെ യാത്ര ചെയ്ത് എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് എലിസബത്തിനെ അഭിഷേകം ചെയ്യുക. ഉദരത്തിലായിരുന്ന കുഞ്ഞിനെ അഭിഷേകിച്ച കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ഇതാണ് ആത്മീയ ശുശ്രൂഷ. നമ്മളെല്ലാം വിളിക്കപ്പെട്ടവരാ. മറിയത്തെ തെരഞ്ഞെടുത്തതുപോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തിരിക്കുക ആത്മീയ ശുശ്രൂഷയ്ക്കായിട്ട്. അനേകരെ സ്വർഗരാജ്യത്തിലേക്ക് അടുപ്പിക്കുക, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവ്, ഈ മലമുകളിലോ ഈ വിശുദ്ധ മന്ദിരത്തിനുള്ളിലോ ഇവിടെ സ്ഥാപിതമായിരിക്കുന്ന ധ്യാന കേന്ദ്രം അത് ഞങ്ങളാരും പണിതല്ല. വൈദികരുടെ കഴിവ് കൊണ്ടോ ഈ ആലയം പണിതത് ചാവറപിതാവിൻ്റെ കഴിവ് കൊണ്ടൊന്നും അല്ല. സ്വർഗം ഈ മലമുകള് ആ വൈദികനെ കാണിച്ചു കൊടുത്ത് ഈ മലമുകളിൽ വന്ന് ഒരു ദേവാലയം പണിയുവാൻ അതിന് സമ്പത്തില്ല. ആ സമ്പത്തെല്ലാം ദൈവം തന്നെ ക്രമീകരിച്ച് അതിൻ്റെ മേൽ അഭിഷേകം കൊടുത്ത് ഈ ദേവാലയം പണി കഴിപ്പിക്കുക. അതുപോലെ ധ്യാന സെൻറ്റർ, ഇവിടെയുള്ള ഓരോ ശുശ്രൂഷ സ്ഥലങ്ങളും കർത്താവിൻ്റെ ആത്മാവിനാൽ
നയിക്കപ്പെട്ട ചില വ്യക്തികളിലൂടെ അത് പ്രാവർത്തികമായതാണ്. ഇതാരുടെയും കഴിവല്ല, ദൈവത്തിൻ്റെ കരുണ ഈ മലമുകളിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എൻ്റെ കഴിവാണ് അല്ലെങ്കിൽ ഇന്നത് കൊണ്ടാണ്, അതൊന്നുമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണിതെല്ലാം. ഞാനിന്ന് ഈ ആലയത്തിൽ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. എൻ്റെ കഴിവുകൊണ്ടല്ല അവിടെ എത്തിയത്, ദൈവത്തിൻ്റെ ആത്മാവ് നയിച്ചുകൊണ്ട് വരിക. ഒരു സഹോദരൻ ഞാൻ കയറി വന്ന് പറഞ്ഞു, എൻ്റെ അപ്പച്ചൻ വയ്യാതെ കിടക്കുമായിരുന്നു, വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ, വലിയ മോശമായ അവസ്ഥയിൽ. ആ അവസ്ഥയിലൊക്കെ കിടക്കുമ്പോൾ ഇട്ടേച്ച് പോരാൻ പറ്റും ഈശോയുടെ അടുത്തേക്ക്. അവരെ ശുശ്രൂഷ കഴിഞ്ഞു, ഈശോ ആത്മാവിനെ കൊണ്ടുപോയി. അതിനുശേഷം ഇവിടെ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിച്ചുവെന്ന് വലിയ സന്തോഷത്തോടെ പറയുകയാണ്. ഇതാണ് ആത്മീയ ശുശ്രൂഷ. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അത് പൂർണ്ണതയോടെ ചെയ്തുകൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷയിലും അതുപോലെ തന്നെ വ്യാപരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം മഴ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദിവികാരൻ്റെ നാഥൻ്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നവർ, സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയവർ, പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൽ മാല ചാർത്തിക്കൊണ്ട് അനുഗ്രഹത്തിനായിട്ട് അപേക്ഷിക്കുന്നവർ അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിച്ചവർ, അവരെല്ലാം നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഓരോ ത്യാഗപ്രവർത്തികൾ ശുശ്രൂഷകർ ജോലിയുള്ളവരാണ്, അവരെല്ലാം അത് ഉപേക്ഷിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ വരുന്നത് ജോലി ഉപേക്ഷിച്ച്, 5 ദിവസം ധ്യാനത്തിൽ വരുന്നത് ജോലി ഉപേക്ഷിച്ചിട്ടാണ് അവർ വരുന്നത്. അവിടെയെല്ലാം കർത്താവ് ക്രമീകരണങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. കർത്താവ് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക, ശുശ്രൂഷകരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗാന ശുശ്രൂഷിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷിക്കുന്ന വലിയ ദാസനെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബലഹീനനും അയോഗ്യനുമായിരിക്കുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ നിയോഗത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് എളിയ പ്രാർത്ഥനകളെ ഈശോയെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അൾത്താരയിൽ ഓരോ ശുശ്രൂഷകളെയും അങ്ങയുടെ ഈ ശുശ്രൂഷയെയും ആ ശുശ്രൂഷകളോട് ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളെയും ഈ കൂട്ടായ്മയെയും അവിടുന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? ദൈവ സാന്നിധ്യത്തെ വിളിക്കാമോ? ഉയർത്തെഴുന്നേറ്റ മിശിഹായെ വിളിക്കാമോ? അബ്രാഹത്തിന്റെ ദൈവത്തെ വിളിക്കാമോ? ഇസഹാക്കിന്റെ ദൈവത്തെ വിളിക്കാമോ? ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിളിക്കാമോ? ജോസഫിന്റെ ദൈവത്തെ വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അനുഗ്രഹത്തിനായിട്ട് വിളിക്കാമോ? അഭിഷേകത്തിനായിട്ട് വിളിക്കാമോ? സൗഖ്യത്തിനായിട്ട് വിളിക്കാമോ? പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷം, നമ്മുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കുന്നു, ദേശം മുഴുവനെ അനുഗ്രഹിക്കുന്നു, ലോകം മുഴുവനെയും ഈശോ അനുഗ്രഹിക്കുന്ന സമയമാണ്. അവിടുത്തെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുന്ന വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. നമുക്ക് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഈശോയെ 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 എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച്, ആത്മാവിന്റെ നിറവിൽ വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോ അനുഗ്രഹിക്കണമേ. ദേശത്തെ അനുഗ്രഹിക്കണേ, മക്കളെ അനുഗ്രഹിക്കും, കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കപ്പെടട്ടെ, വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ പ്രവർത്തികളുടെ മേലും കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഓരോ ശുശ്രൂഷകളെയും കർത്താവെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകരെ എല്ലാം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ ചെറുതും വലുതുമായ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ലൈവ് ശുശ്രൂഷ ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ഈശോയെ അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ നിയോഗങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ അവരെ അനുഗ്രഹിക്കണമേ. മക്കളെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. വിവാഹമെന്ന ഉദാശയിലേക്ക് പ്രവേശിക്കുവാൻ അഭിഷേകം കൊടുക്കണമേ,
അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹിക്കണമേ. കരനീട്ടി വിളിക്കുന്നു, ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നു, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നു, മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു, ദേശം അനുഗ്രഹിക്കപ്പെടുന്നു. വിശ്വാസത്തോടെ വിളിച്ച് ഈശോയെന്ന് വിളിച്ച്. രോഗികൾ വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. രോഗികൾക്ക് വേണ്ടി ഈശോയെന്ന് വിളിക്കുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഈശോയെന്ന് വിളിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ജനത്തിന് വേണ്ടി ഈശോയെന്ന് വിളിക്കുന്നു. കണ്ണുനീരോട് വിളിക്കുന്നു. ശുശ്രൂഷയിൽ എല്ലാ വൈദികർക്കും വേണ്ടി ഈശോയെന്ന് വിളിക്കുന്നു. ഈ ആലയത്തിലുള്ള മുഴുവൻ വൈദികർക്ക് വേണ്ടി ഈശോയെന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു. ഈ ആലയത്തെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെന്ന് വിളിക്കുന്നു. ശിരസ്സ് നമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തെ നിങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഞായറാഴ്ച വൈകുന്നേരം 4:00 ആരംഭിച്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കും. ധ്യാനത്തിലേക്ക് ദൈവമക്കളെ പറഞ്ഞു വിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഞായറാഴ്ചയും വെള്ളിയാഴ്ച നടക്കുന്ന ശുശ്രൂഷകളിലേക്ക് ദൈവജനത്തെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമൃദ്ധമായ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. 12 നക്ഷത്ര മുടിയുള്ളോരമ്മേ, പാതാരവിന്ദത്തിൽ ചന്ദ്രൻ, സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെ കാളും നീ തേജസ്വിനി. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ.